بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. قل اعوذ برب الفلق من شر ما خلق من شر غاسق ومن شر النفاثات بالعقد من شر حاسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس مالك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اوصل بثلاث وابنا قولنا محمد كما صلينا وهذه يدية والسلام ورحمة الله منا إلى روح نبينا شفيعنا المصطفى محمد صلى الله عليه وسلم من الأنبياء المرسلين صلوات الله أزواجه ذريته بيتنا أصحاب المدينين والذين قائد صحابة الجنة أقطاب المغمات بالجسم خاصة قال المقبور صاحب المقام السيد محمد الشريف المدني قدس الله سائر المدفنين في هذه الأمة من الأولياء إلى تعالى والصلاة والسلام سائر الأنبياء إلى أولياء اللهم انفعنا بعلومها وبركاتها وفتوحاتهم بالدين والدنيا والآخرة. جميع المؤمنين والمؤمنات والمسلمين والمسلمات كلهم عامة. اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها حوائجنا فاقضها أمراضنا الظاهرية والباطنية والروحانية والجسمانية أمراض أهلنا وأولادنا وأولادنا أخوتنا أحبائنا ومشايخنا وتلاميذنا والأحباب ومن أوصانا بالدعاء ووعدنا له فاشفها يا شافي الأمراض بجاه سيدنا المصطفى محمد. السلام عليكم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي صل على من حل بالحرمين
طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖബ്ബലല്ലാഹു അൻഹു മാ സ്വഹത്തി വൽ ആഫിയ, മറ്റ് ഉസ്താദുമാർ, ആലിമീങ്ങൾ, നേതാക്കൾ, സഹോദരീ സഹോദരന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീൻ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തിനാകമാനം ആത്മീയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശരീഫ് മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ആദരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ഈ സ്ഥലത്ത് നടക്കുന്ന മഹത്തായ വേദികളിൽ ഒരു വേദിയിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഖൈറായ ഈ പ്രവർത്തനങ്ങളെല്ലാം സാധുക്കളായ നമ്മിൽ നിന്നും ഇതിനോട് സഹകരിക്കുന്നവരിൽ നിന്നും പ്രവർത്തിക്കുന്നവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമ്മുടെ മനസ്സിൽ തന്നതുകൊണ്ടാണ് നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയും ഈ ഈമാൻ കേടുവരാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഈമാനും തഖ്വയും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് അറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ തഖ്വയോടെ മരിക്കാൻ നമുക്കെല്ലാവരും ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ മുന്നേ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട മുത്തലിബ് മദനി അവർ എന്റെ ഒരു സഹപ്രവർത്തകനും ഇവിടെ വെച്ച് ഈ കോളേജിൽ തങ്ങളവരുടെ കീഴിൽ ഓതിപ്പടിച്ച ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതനുമാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും എല്ലാവരും എല്ലാ വിഷയങ്ങളിലും ഇൽമിലും ബർക്കത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം വഅദ് പറയുമ്പോൾ നിർത്തുന്ന സമയത്ത് എനിക്ക് തോന്നി അദ്ദേഹം തന്നെ കുറെ പറഞ്ഞാലായിരുന്നു നന്നായി. കാരണം എന്നെക്കാളൊക്കെ കൂടുതൽ കിതാബ് നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ സമയം കിട്ടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ കുറ്റ്യാടിയിൽ
നമ്മുടെ മുദ്രീസായി ക്ഷണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് പറഞ്ഞു ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ എന്നോട് പറഞ്ഞു നീ അവനെ വിളിച്ചോ, തടിയും വണ്ണോന്നല്ല ഇൽമെന്ന് പറഞ്ഞാലും അന്ന് ഇത്തിരി ഒന്നും തടിയില്ലായിരുന്നു അയാൾ. അങ്ങനെ തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കുറ്റിയാടിയിലേക്ക് മുത്തലിം സഖാഫിയെ മദനിയെ ക്ഷണിച്ചിരുന്നത്. അദ്ദേഹം വിഷയത്തിന്റെ അടിസ്ഥാനപരമായ ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈമാനിന്റെ വെളിച്ചം അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം തന്നെ ഓതിവെച്ച ഹദീസിൽ പറഞ്ഞിട്ടുള്ള 3 വിഷയങ്ങൾ. സലാസൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ അതുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം എത്തിച്ചു. അയ്യഖൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരിക്കണം. വാസ്തവത്തിൽ ഈ മഹബ്ബത്താണ് ഈമാനിന്റെ അടിത്തറ. അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിനെ ശരിക്കും ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ ആ അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുകയും അല്ലാഹു വിരോധിച്ചത് കയ്യൊഴിക്കുകയും ചെയ്യും. അതിനവൻ സന്നദ്ധനാകും. അതാണ് പൂർണ്ണമായ സ്നേഹം. ആ സ്നേഹമുള്ളവനാണ് വാസ്തവത്തിൽ മുത്തഖിയായ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതെല്ലാം എടുക്കാനും അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കാനും തയ്യാറാവും. ഈ കാരണം കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു മോനെ ആ ഓപ്പറേറ്റർ ഒന്ന് വോളിയം കൂട്ടി. മുആദ് റളിയല്ലാഹു തആല അൻഹു യമനിലേക്ക് പോവുകയാണ്. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു പോകുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വലിയ വിഷമം ഉണ്ട്. വിഷമം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖം എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്ന നിലക്ക് മനസ്സിന് വിഷമം ഉണ്ട്. ഒരു കോളേജിൽ പഠിച്ച് വളർന്ന മുതഅല്ലിമീങ്ങൾ, ഒരു ദർസിൽ പഠിച്ചു വളർന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് ബിരുദം ലഭിച്ച് സനദ് വാങ്ങാൻ ദീനീ പ്രബോധനത്തിന് വേണ്ടി മറ്റു പല മഹല്ലുകളിലേക്കും പോകാൻ ഉസ്താദുമാര് സമ്മതം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതുവരെയും ഓതിപ്പടിച്ച ഉസ്താദിന്റെ അടുത്തു നിന്ന് വിട്ടുപിരിയുന്ന സമയത്ത് നല്ല മനസ്സുള്ള ഉസ്താദുമാരെ സ്നേഹിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം ചാടിപ്പോയി. അതുപോലെ ഒരു ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവർ ഉസ്താദിനെ സ്നേഹിച്ച് ഉസ്താദിന്റെ കൂടെ ഓതിപ്പടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റമളാൻ ശരീഫിൽ ദർസ് നിർത്തുന്ന സമയത്ത് ഉസ്താദിനോട് സമ്മതം വാങ്ങുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ചിലപ്പോൾ വെള്ളം പൊടിഞ്ഞു പോകും. സാധുവായ ഞാൻ ഓതിപ്പടിക്കുന്ന സമയത്ത് എനിക്കെങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതേ സമയത്ത് എങ്ങനെയെങ്കിലും കളിച്ച് നേരം പോക്കണമെന്ന് മനസ്സിലാക്കുന്നവർക്ക് നാട്ടിൽ പോകാനുള്ള സന്തോഷമായിരിക്കും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്
എന്നാൽ മറ്റു ഉസ്താദുമാരെ പോലെയോ മറ്റു പണ്ഡിതന്മാരെ പോലെയോ അല്ലല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി دمدته النصارى في نبيه واحكم بما شئت مدحا فيه والتكريم. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഒരു വിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യരായി ലോകത്ത് ഒരു നന്മയിലും ഒരാളും ഇല്ല. അത് ഏത് നന്മകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, സ്വഭാവ ഗുണമായിരുന്നാലും ശരി, ഭംഗിയായിരുന്നാലും ശരി, ജനങ്ങളോടുള്ള അലിവും ദയയുമായിരുന്നാലും ശരി, സഹായമായിരുന്നാലും ശരി, സഹകരണമായിരുന്നാലും ശരി, ലോകത്തിന് ഏത് നല്ല കാര്യം പഠിപ്പിക്കുന്ന രംഗത്താണെങ്കിലും ശരി, പ്രവർത്തിക്കുന്ന രംഗത്താണെങ്കിലും ശരി, തഖ്വയുടെ രംഗത്താണെങ്കിലും ശരി, ഇൽമിന്റെ രംഗത്താണെങ്കിലും ശരി, നിങ്ങൾ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യരായി അല്ലാഹു ലോകത്തൊരൊറ്റ സൃഷ്ടിയെയും ഒരു വിധത്തിലും ഒരു സ്ഥലത്തും ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. അതുല്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ നിന്ന് പിരിയുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ്, അവിടുന്ന് നിർദ്ദേശിച്ചതനുസരിച്ചാണ്. എന്നാലും വലിയ വേദന ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ മുആദ് റളിയല്ലാഹു അൻഹു വിട്ടുപിരിയുന്നത് വരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനും യാത്ര അയക്കാൻ വേണ്ടി ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ മദീനയിലൂടെ നടന്നു. മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അകലെ യമനിൽ വരെ പോകുന്നില്ല, മറിച്ച് മദീനയുടെ എൻഡിലോളം, മദീനയുടെ അതിർത്തി വരെ യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വസിയ്യത്ത് ചെയ്തുകൊണ്ട് അവസാനം പറഞ്ഞു, ഓ മുആദേ അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം നീ ഇവിടെ വരുമ്പോൾ എന്നെ കാണുകയില്ല, ഞാൻ ഇവിടെ ഉണ്ടാവുകയില്ല. ഈ വർഷം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവുകയില്ല. ഇത് പറഞ്ഞതോടുകൂടെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ എന്റെ ഖബറിലും എന്റെ പള്ളിയിലും നീ വരും, അതേ സമയത്ത് ഞാനിവിടെ ഉണ്ടാവുകയില്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുക, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വ്യത്യാസം എല്ലാ വിഷയത്തിലും ഉള്ളതിന്റെ പുറമെ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രത്യേകമായ ഗുണമുണ്ട്. വലഹു സിഫത്തു,
ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബിമാർക്ക് ഒരു പ്രത്യേകമായ ഗുണമുണ്ട്. ആ ഗുണം കൊണ്ട് അവർക്ക് മറ്റു പലർക്കും സാധിക്കാത്ത കാര്യങ്ങൾ അവർക്ക് ആ ഗുണം കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ, മറ്റു പലരും കാണാത്തത് അമ്പിയാക്കൾ കാണും, മറ്റു പലരും കേൾക്കാത്തത് അമ്പിയാക്കൾ കേൾക്കും എന്ന് മാത്രം അല്ല, അതുകൊണ്ട് അവർക്ക് മറഞ്ഞ വിഷയങ്ങൾ ആ ഗുണം കൊണ്ട് അവർക്ക് അറിയാൻ സാധിക്കും എന്ന് മാത്രമല്ല, മലക്കുകളെയും അല്ലാഹുവിന്റെ അഭൗതികമായ സാമ്രാജ്യങ്ങളെയും അമ്പിയാക്കൾക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം അല്ല, അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് ആ ഗുണം നിമിത്തം അമ്പിയാക്കൾക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ മഹാന്മാരായ അമ്പിയാക്കൾക്കും അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന ബസീറത്തുള്ള ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പവറുകൾ നൽകുന്നുണ്ട്. ആ പവറുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപമാണുള്ളത്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ പറയുന്നത് അതാണ്, അടുത്ത കൊല്ലം നീ ഇവിടെ വരും, അടുത്ത കൊല്ലം നീ ഇവിടെ വരും, എന്റെ ഖബറിങ്കിൽ വരും, എന്റെ പള്ളിയിൽ വരും. കാലികൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ സമയത്ത് നീ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവുകയില്ല. അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ലാത്ത വിഷമമായി പോയി. നേരത്തെ ഉള്ളതിന്റെ എത്രയോ മടങ്ങ് വിഷമം സംഭവിച്ചു. ഞാനിപ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരമുള്ള യാത്രയാണ്, പോകൽ നിർബന്ധം തന്നെ. പക്ഷേ ഈ സുന്ദരമായ മുഖം കൽഖമരി ലൈലത്തുൽ ബദരി, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെയുള്ള ഈ സുന്ദരമായ മുഖം, കാന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ ചുറ്റുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സഹാബത്ത് വിശദീകരിച്ച ആ പുണ്യമുഖം, ആ മുഖം കാണാൻ ഇനി എനിക്ക് സമയമില്ലല്ലോ. ഇനി വന്നാൽ അവിടുത്തെ ഖബറിൽ വരാനല്ലാതെ ഈ മുഖം എനിക്ക് കാണാൻ സാധ്യമല്ലല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ടപ്പോൾ വളരെ വേദനിച്ചുപോയി. കാരണം സഹാബത്തിന്റെ സ്നേഹപ്രകടനത്തെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ, മുആവിയ റളിയല്ലാഹു അൻഹു നഖം മുറിച്ച കഷ്ണങ്ങൾ കഫൻ തുണിയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലെ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും തന്നെ ധാരാളം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു നല്ല വസ്ത്രം കിട്ടി. ആ വസ്ത്രം റസൂലുള്ളാഹിക്ക് വളരെ താല്പര്യമുള്ള വസ്ത്രമാണ്. അതും ധരിച്ചിന് സദസ്സിൽ വന്നപ്പോ സഹാബികളിൽ നിന്നൊരാള് നബിയെ ആ കുപ്പായം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആ കുപ്പായം അദ്ദേഹത്തിന് ഊരിക്കൊടുത്തു. സഹാബികൾ മുഴുവനും ചോദിച്ച മനുഷ്യനെ കുറ്റം പറഞ്ഞു. നിങ്ങൾ എന്തൊരാളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമുള്ളൊരു വസ്ത്രം ധരിച്ചപ്പോ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് ശരിയായില്ല. നിങ്ങൾക്കറിയില്ലേ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നവരെ മറക്കുകയില്ല. നിങ്ങൾ എന്തിനു ചോദിച്ചു? ഈ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, ഞാനതെനിക്ക് ധരിക്കാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയതല്ല, എനിക്ക് കഫൻ തുണിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം കിട്ടണമെന്ന് ആശിച്ച് ചോദിച്ചതാണ്.
എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച വസ്ത്രം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ കഷ്ണം, അല്ലാഹുവിന്റെ റസൂലിന്റെ നഖത്തിന്റെ കഷ്ണം, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പിന്റെ തുള്ളി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന്റെ തുള്ളി, എന്തൊരു സ്നേഹത്തോടെയാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ഈമാൻ ശരിയായ മഹബ്ബത്തിന്റെ ഈമാനാണ്. കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് നല്ല മുത്തുമണികളെ പോലെ വിയർപ്പിന്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ബോട്ടലുകളിൽ കൊണ്ടുപോയിട്ട് അത് കുപ്പിയിലാക്കി ശേഖരിക്കുകയാണ്, കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിക്കുന്ന നബിയെ, ലോകത്ത് ഏറ്റവും നല്ല വാസനയുള്ള വസ്തു, ഏറ്റവും സുഗന്ധമുള്ള വസ്തു അങ്ങയുടെ വിയർപ്പാണ് നബിയേ. ഞങ്ങൾ വനർജു ബറകതഹു ലിസിബിയാനിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ കുട്ടികൾക്ക് അങ്ങയുടെ വിയർപ്പ് തൊട്ടുപുരട്ടി കൊടുത്തിട്ട് ഞങ്ങൾ ബറക്കത്തിനെ ആഗ്രഹിക്കുന്നു നബിയേ. ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് കാണാം. സഹീഹുൽ ബുഖാരിയിലും ഇത്തരം ഹദീസുകൾ കാണാം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പത്തല്ല, എത്ര ഹദീസുകളാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ച സഹാബത്ത്, അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് അവിടുത്തെ മുഖം ഇങ്ങനെ കാണുക എന്നത്. ഇപ്പോഴും നമുക്ക് നമ്മുടെ ആലിമീങ്ങളെ മുഖത്ത് നോക്കൽ ഈമാനുള്ളവർക്ക് സന്തോഷമല്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മുഖത്ത് നോക്കുന്നത് നമുക്ക് സന്തോഷമല്ലേ? ആ മുഖം ധാരാളം കാലം കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ പ്രിയം വെച്ച സഹാബത്തിന് അവിടുത്തെ മുഖം കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ അസഹ്യം തന്നെ. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞപ്പോ അല്ലാഹുമ്മ അഹ്ലി ബസറി, എന്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് പിൻവലിക്കണം അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചുപോയി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടുകൊണ്ടിരുന്ന കണ്ണ്, ആ കണ്ണ് ഇനി എനിക്ക് അവിടുത്തെ മുഖം കാണാൻ കഴിയില്ലല്ലോ, അവിടുന്ന് വഫാത്തായല്ലോ. ആ മുഖം കണ്ട കണ്ണുകൊണ്ട് മറ്റൊന്നും കാണാതെ എനിക്കൊന്ന് പാരത്രിക ലോകത്തേക്ക് ആ മുഖം കണ്ട കണ്ണോടെ യാത്ര പോകണമെന്ന് മനസ്സിലാക്കി അവിടുന്ന് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ അഹ്മി ബസരീ, എന്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് പിൻവലിക്കണം റബ്ബേ. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച തൽസമയം തന്നെ പിൻവലിക്കപ്പെട്ടു. ഈ രൂപത്തിൽ പ്രിയം വെക്കുന്ന സഹാബത്ത്, അവരിൽ പ്രഗൽഭനാണ് സയ്യിദുനാ മുആദ്. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, ഓ മുആദേ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഞാനിവിടെ ഉണ്ടാവുകയില്ല, ഒരു വർഷം കഴിഞ്ഞേ വരുള്ളൂ. വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇക്കാര്യങ്ങളെല്ലാം ആ വാചകത്തിലുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു കൊല്ലത്തിലെടുക്കും മരിക്കുകയില്ല. മുആദ് പോകുന്ന സ്ഥലത്തു നിന്ന് തിരിച്ച് മദീനയിലേക്ക് വരും. പക്ഷേ വരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവുകയില്ല, ഞാൻ ഖബറിന്റെ ഉള്ളിലേക്ക് പോകും. എന്റെ ഖബറിൽ മുആദ് വരും. കാരണം മുആദ് എന്നെ സ്നേഹിക്കുന്ന ആളാണ്. സ്നേഹിക്കുന്നവർ ഖബറിൽ വരും. അതുകൊണ്ട് മുആദിന്റെ ഖബറിൽ വരും. മുആദ് എന്റെ പള്ളിയിൽ വരും. എന്റെ പള്ളിയെ മുആദ് ആദരിക്കുന്ന ആളാണ്. ഇതെല്ലാം മുൻകൂട്ടി അറിയുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
വിവരമെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെ മുആദ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടി തേങ്ങി കരയാൻ തുടങ്ങി. ഇതുവരെയും മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ദുഃഖം ഇതുവരെയും യമനിലേക്ക് പോകുമ്പോൾ ദീനീ പ്രബോധനത്തിനും പ്രവർത്തനത്തിനും പോവുകയാണെന്ന് നിനക്ക് സന്തോഷമുണ്ട്, നബിതങ്ങളെ വിട്ടുപിരിയുന്ന വിഷമമുണ്ട്. പക്ഷേ എന്നാലും വന്ന് കാണാമെന്ന ആഗ്രഹത്തോടെ പോകുമ്പോ ഇനി വന്നാൽ കാണുകയുമില്ലെന്ന വാർത്തയെന്ന് കേട്ടപ്പോ മുആദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വിങ്ങിപ്പൊട്ടി തേങ്ങി കരയാൻ തുടങ്ങി. ആ സമയത്ത് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നു, മുആദേ ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ റസൂലാകുന്ന ഞാനുമായി മനസ്സുകൊണ്ട് ബന്ധമുണ്ടാകലല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. എന്നാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. അതേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂൽ അതാ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏത് മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ എത്രയോ ബന്ധപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ബന്ധം ഏറ്റവും കൂടുതലുള്ള വ്യക്തി ആരാണ്? ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് മുത്തഖീങ്ങളാണ് കേട്ടോ. മൻ കാനൂ ഹൈസു കാനൂ, മൻ കാനൂ ഹൈസു കാനൂ. ആരായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, ഏത് തറവാട്ടുകാരനായിരുന്നാലും ശരി, ഏത് അടിമയോ മുതലാളിയോ ആയിരുന്നാലും ശരി, ഭൃത്യനായിരുന്നാലും ശരി, പണക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, സ്ത്രീയോ പുരുഷനോ ആയിരുന്നാലും ശരി, ചെറുപ്പക്കാരനോ പ്രായമുള്ളവരോ ആയിരുന്നാലും ശരി, പണ്ഡിതനോ പാമരനോ ആണെങ്കിലും ശരി, ആരായിരുന്നാലും ശരി, ഏത് ഭാഷക്കാരനാണെങ്കിലും ശരി, ഏത് ലോകത്താണെങ്കിലും ശരി, ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ, ഭക്തിയുള്ളവരാണ് കേട്ടോ, തഖ്വയുള്ളവരാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഏറ്റവും ഈമാനുള്ളവർ തഖ്വയുള്ളവർ തന്നെ. ഈമാനിന് എത്രത്തോളം കട്ടിയുണ്ടോ അത്രത്തോളം മനുഷ്യൻ തഖ്വയുള്ളവനാകും. അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കുക. അതാണ് നമ്മുടെ തഖ്വ. അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കുക, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ അവന് ഈ ഭൗതികമായ ലോകം ഒരു വിഷയമേ അല്ല. അവന്റെ വിഷയം മുഴുവനും പാരത്രീയ ലോകത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കണം എന്നതാ. ഈ ഭൗതികമായ ലോകത്ത് എന്ത് വന്നാലും പോയാലും അവർക്ക് തുല്യമാണ്. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ ഒരു സ്വഹാബി. ആ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രബോധനത്തിനു വേണ്ടി പറഞ്ഞയച്ച 70 സഹാബികളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറായി. എന്ന് പറയുന്ന 3 ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു.
ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ, ദീനിന്റെ ആശയം പഠിപ്പിച്ചു തരാൻ കുറച്ച് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ 70ഓളം സഹാബികളെ അവർക്ക് പറഞ്ഞയച്ചു കൊടുത്തു. അവരുടെ സ്വഭാവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, യഹ്തതിബൂന ബിന്നഹാരി വയുസല്ലൂന ബില്ലൈൽ. പകൽ സമയത്ത് വിറക് വെട്ടിക്കൊണ്ടുവന്ന് ഉപജീവനം നയിക്കുന്ന ആളാണ്. യാചിച്ച് നടക്കുന്നവരല്ല, അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. യഹ്തതിബൂന ബിന്നഹാർ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, അധ്വാനിച്ച് ജീവിക്കണം, വെറുതെ നടക്കരുത്. ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലും പണിയെടുക്കണം, വെറുതെ ഇങ്ങനെ നടക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലിയെടുത്ത് ജീവിക്കുന്നവരെ പ്രശംസിച്ചിട്ടുണ്ട്. മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏറ്റവും ഖൈറായ ഭക്ഷണം കഴിക്കുന്നവർ, ജോലിയെടുത്ത് ജീവിതം നയിക്കുന്നവരാ. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്, അധ്വാനിക്കണം, ജോലിയെടുക്കണം. മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാർ വെറുതെ നടക്കണം. ജോലിയുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജോലിയാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമ്മുടെ മുഅല്ലിമീങ്ങളുടെ ജോലി. ചില ആളുകൾ ധാരണ മുസ്ലിംമാർ ജോലി എടുക്കാത്തവരാണ്, അത് തെറ്റാണ്. പണ്ഡിതന്മാർ ജോലി എടുക്കാത്തവരാണ് ഒരു ധാരണയുണ്ട്. പണ്ഡിതന്മാർ ഏറ്റവും മുന്തിയ ജോലി എടുക്കുന്നവരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖുർആൻ പഠിക്കുന്നവരും മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ചിലർ ഈ മുസ്ലിംമാരൊക്കെ നമ്മളങ്ങനെ അവലംബിച്ച് ജീവിക്കുകയാണ്, അതുകൊണ്ട് മുസ്ലിംമാരൊക്കെ ഭക്ഷണം മുടക്കി കളയാം, എന്നാൽ പിന്നെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. വന്നുൽ ജഹൂലി ബി അല്ലാ ഐസലിൽ ഉലമാ ഇല്ലം അലൈഹിം മജ്ദു ഫീ ഹാലത്തിൽ വറദി വന്നുൽ ലഈൻ ബി അന്ന الزرع يفسد إن لم يحفظه برد الطير والسهر. എന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ മുതഅല്ലിമീങ്ങൾ ഓരോന്നൊരു ബൈത്തിന്റെ കിതാബുണ്ട്. നല്ല തത്വങ്ങൾ ഉദാഹരണ സഹിതം ഇങ്ങനെ പറയും. പഴയ കാലത്തൊക്കെ ദർസുൽ ഓതി പഠിക്കാറ്. അതിൽ പറഞ്ഞു, ചില മുതലാളിമാർക്ക് ഒരു ധാരണയുണ്ട്, ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആലിമീങ്ങൾക്കൊന്നും ജീവിതം ഉണ്ടാവില്ല എന്ന് ധരിക്കുന്ന ചില വിവരമില്ലാത്ത മുതലാളിമാരുണ്ട് ഈ എന്ന് റസാനത്ത് പറഞ്ഞു. എന്നിട്ട് റസാനത്ത് ഉദാഹരണം പറഞ്ഞു. അത് ഏതുപോലെയാണെന്നറിയോ? ഇവിടെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കറിയില്ല. പച്ചക്കറി കൃഷി നടക്കാറുണ്ട് പല സ്ഥലത്തും. കയ്പ, വെള്ളരി, കുമ്പളം, പടവലം, ഇങ്ങനെയൊക്കെ തുടങ്ങി പല പച്ചക്കറി കൃഷി നടക്കാറുണ്ട്. ആ പച്ചക്കറി കൃഷി നടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കോഴിക്കോട്ട് കോട്ടലക്കലേക്ക് പോകുമ്പോ വയലിൽ ഇങ്ങനെ പച്ചക്കറി കൃഷി. ആ കൃഷി നടക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ കൊണ്ടുപോയി വെച്ചു കൊടുത്തിരിക്കുന്നു. പുല്ലുകൊണ്ട്, വൈക്കോല് കൊണ്ട് ഒരു മനുഷ്യന്റെ കോലുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. പുല്ലിന്റെ മനുഷ്യൻ. അതെന്തിനാണ് ചില ആളുകൾ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത്? അതിങ്ങനെ എന്നിട്ട് ചിലർ എഴുതി വെക്കും, ഇതാ പൊട്ടിക്കണ്ണ എന്താ നോക്കുന്നത് എന്ന് എഴുതി വെക്കും ചില ആളുകൾ. അതായത് കണ്ണേറിൽ എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. കണ്ണേറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, കണ്ണേറുള്ളത് തന്നെയാണ്. അതില്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിനെ നിഷേധിക്കേണ്ടി വരും. കണ്ണേർ സത്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയെ ചോദിക്കാൻ പറഞ്ഞില്ല, ഈ കുട്ടിക്ക് കണ്ണേറ് പറ്റിയിട്ടുണ്ട്, മന്ത്രിപ്പിക്കണം എന്ന് പറഞ്ഞതായി ഹദീസിന്റെ കിതാബിൽ കാണാം. അപ്പൊ കണ്ണേറ് പറഞ്ഞ സംഗതി ഉണ്ട്, അത് മന്ത്രിച്ചാൽ നീങ്ങുകയും ചെയ്യും. ഈ കഥയെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചാണ്.
قد قيل إن العين حق من النبي وقد صار من إنسان بالعين في القبر. അങ്ങനെ എത്രയോ ആളുകൾ കണ്ണേർ കൊണ്ട് മരണത്തിന് വരെ കാരണമായിട്ടുണ്ട് എന്നാണ്. അതും ഹദീസിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള വിവരമാണ്. നിൽക്കട്ടെ, അപ്പൊ ഈ കണ്ണേർ സംഭവിക്കുന്നത് പേടിച്ചിട്ട് ചിലര് എടുക്കുന്ന പണിയാണ് ജീവനുള്ള സാധനത്തിന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കും. അവരെ ധാരണ ഇത് ഈ പച്ചക്കറി കൃഷി പോലെ നോക്കുന്ന മനുഷ്യന്റെ കണ്ണ് ഇതിന്റെ മുകളിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്, അല്ലാതെ വർക്കത്തിന് വെക്കുന്നൊന്നുമല്ല. പക്ഷേ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്നാണ് മസ്അല. കണ്ണറുള്ളത് തന്നെയാണെങ്കിലും ജീവനുള്ള സാധനത്തിന്റെ കോലം ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് നമ്മൾ ഓർമ്മിക്കണം. ഇത് മുജാഹിദീൻ നിങ്ങൾ വെക്കുന്നത് നമുക്ക് തെളിവല്ല. അപ്പൊ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് കണ്ണ് വേറൊന്നിലേക്ക് തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ജീവനില്ലാത്ത സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. ഒരു വലിയ അത്ഭുതകരമായ ഒരു മരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രദ്ധ തിരിക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കുന്നതും അത് സൂക്ഷിക്കുന്നതും അത് ബഹുമാനിക്കുന്നതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറയാം, പല സ്ഥലത്തും പല ആളുകളുടെയും പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വേർക്കാൻ ഒരു ഉസ്താദേര് വേർക്കാൻ നോക്കുമ്പോ ആ റൂമിന്റെ ഉള്ളിൽ റഹ്മത്തിന്റെ മലക്കുകൾ കയറുന്നില്ല, മൊയ്യാരെ കേട്ടിട്ട് മലക്കുകൾ കേട്ടുന്നില്ല. എന്താ കാരണം ജീവനുള്ള സാധനത്തിന്റെ രൂപം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഒരു പൂച്ച, ഒരു ആന, ഒരു കീരി, പിന്നെ വേറൊരു മത്സ്യം, ഇങ്ങനെ പല ജീവനുള്ള സാധനത്തിന്റെ രൂപം ഇങ്ങനെ കണ്ണാടിയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പല ആളുകളുടെയും പൊരന്റെ ഉള്ളിൽ എടുത്ത് വലിച്ചെറിയണം. അങ്ങനത്തെ സാധനങ്ങളുള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. ജീവനുള്ള സാധനത്തിന്റെ രൂപം അതിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും രൂപമുണ്ടാക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ലഅനല്ലാഹുൽ മുസവ്വിരീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് അതിനെ പോകാം. അങ്ങനെ ഈ പച്ചക്കറി കൃഷി നടക്കുന്ന സ്ഥലത്ത് ജീവനുള്ള സാധനത്തിന്റെ ഒരു മനുഷ്യന്റെ കോലം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുല്ലുകൊണ്ട്, ഈ പുല്ലുകൊണ്ടുണ്ടാക്കി വെച്ച ഈ സാധനം ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്താ വിചാരിക്കുന്നത്? ഞാനില്ലെങ്കിൽ ഒരു ഒറ്റ പച്ചക്കറിയും ഉണ്ടാവില്ല. ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് കയപ്പുണ്ടാകുന്നത്, ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കുമ്പളം ഉണ്ടാകുന്നത്, വെള്ളരി ഉണ്ടാകുന്നത്, ഒക്കെ ഞാനുള്ളത് കൊണ്ടാ, ഞാനില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഈ സാധനം വിചാരിക്കുന്നത് പോലെയാണ്. ഇതാ ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആലിമിയൊക്കൊന്നും ജീവിതം ഉണ്ടാവില്ല എന്ന് ജാഹിലികളായ മുതലാളിമാർ വിചാരിച്ചാല് എന്നാണ് റസാനത്ത് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്ത് ഈ പണ്ഡിതന്മാരൊക്കെ ഈ ഉറൂസും നേർച്ചയും മൗലൂദും നാത്തീമും ഖുർആനൊക്കെ ഉണ്ടായിട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇവരാരും ജീവിക്കൂല എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ഈ പച്ചക്കറി കൃഷി നടക്കുന്ന സ്ഥലത്ത് വെച്ച ഈ കോലത്തിന്റെ വിചാരമാണ് കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കണ്ട. മറിച്ച് ആലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ പണ്ടൊരിക്കൽ നാദാപുരത്തിനടുത്ത് പാറക്കട വെച്ച് പ്രസംഗം നടത്തേണ്ടി വന്നു. പ്രസംഗിക്കാൻ കാരണം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെയും മർഹൂം AK അബൂബക്കർ മുസ്ലിയാരെയും ചീത്ത പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ അവിടുന്ന് പ്രസംഗിച്ചു. രണ്ട് ആലിമീങ്ങളെയും ചീത്ത പറഞ്ഞ് പ്രസംഗിച്ചു. ഞാനന്നൊരു ചെറിയ മുതഅല്ലിമാണ്, പുല്ലൂക്കര ജമാഅത്തോട് ഓതി പഠിക്കുകയാണ്. ഞാൻ അന്ന് അവിടെ ഒരു മറുപടി പറഞ്ഞു. ആലിമീങ്ങൾ ചീത്ത പറഞ്ഞതുകൊണ്ട് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ ഞാൻ അന്ന് പറഞ്ഞു, ഇതാ ഞങ്ങൾ മുസ്ലിയാരായിപ്പോയി എന്നുള്ളൊരു ദോഷം ഞങ്ങൾക്കുണ്ട്. അത് ദോഷമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഞങ്ങൾ ദോഷമായിട്ട് കാണുന്നില്ല. വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം. എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ഏത് ജോലിയാണ് നമുക്ക് എത്തൂടാത്തത്? നമ്മളെ ഈ കൈ കുറച്ച് ദൂരത്തിലുണ്ട്, അത് ജോലിയെടുക്കുമ്പോൾ കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയില്ല, കാരണം അന്ന് ഞാൻ കവുങ്ങുമ്പോഴും തെങ്ങുമ്പോഴൊക്കെ കയറുന്ന കാല. ഇപ്പൊ എന്നെ കൊണ്ട് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അന്ന് ഏത് പണിയും എടുക്കാം. നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാം, നമുക്ക് വികാസം എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം, നമുക്ക് പ്ലേറ്റ് കഴുകാം, നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാം, അല്ലാത്ത ജോലി എടുക്കാം. ഇന്ന ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ജോലി എടുക്കാം.
അതിനെന്തുകൊണ്ട് കയ്യൊന്ന് കയറ്റിങ്ങനെ വെക്കണമെന്ന് മാത്രമേ വേറൊരു പണിയില്ല. ബാക്കിയുള്ള എടുക്കുന്ന എല്ലാ ജോലിയും മുസ്ലിയാർക്ക് എടുക്കാം. മുസ്ലിയാർ എടുക്കുന്ന ഒറ്റ ജോലി സാധാരണക്കാരൻ എടുക്കാൻ കഴിയൂല. നമ്മുടെ വെല്ലുവിളിക്കുക എന്നൊരു ധൈര്യമുണ്ടോ? സാധാരണക്കാരെ വെല്ലുവിളിക്കും. അല്ല, കുത്തുപോകാൻ ധൈര്യമുണ്ടോ? ഇമാമത്തെടുക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അപ്പോ സാധാരണക്കാരെടുക്കുന്ന ഏത് ജോലിയും മുസ്ലിയാർക്ക് എടുക്കാം. മുസ്ലിയാരെടുക്കുന്ന ഒറ്റ ജോലിയും സാധാരണക്കാരൻ എടുക്കാൻ കഴിയില്ല. പിന്നെ മുസ്ലിയാരെന്തിനാ സാധാരണക്കാരനെ പേടിക്കുന്നത്? ഒരു മുസ്ലിയാരും ഒരു സാധാരണക്കാരനെയും ഭയപ്പെടേണ്ടതില്ല. മറിച്ച് മുസ്ലിയാര് പിന്നെ എന്തുകൊണ്ട് മദ്രസയെ പഠിപ്പിക്കുന്നു? ശമ്പളം വളരെ കുറഞ്ഞതുകൊണ്ട്, കൂടിയതുകൊണ്ടല്ല, വളരെ കുറഞ്ഞതുകൊണ്ട്. എന്തേ? ഈ ശമ്പളം കിട്ടാനല്ല ജോലി എടുക്കുന്നത്, മറിച്ച് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു സമൂഹം വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കുന്ന ഒരു സമൂഹം വേണം. ഇവിടെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം വേണം. സഹോദരന്മാരെ, ചിലര് സിനിമാ പാട്ട് പാടിയിട്ട് ആകാശ് വാങ്ങുന്നത്, മുസ്ലിംമാര് ഖുർആനോദിയിട്ട് ആ ഖുർആനോദിയ പണ്ഡിതന്മാരെ കൈക്കീശയിലേക്ക് പൊരുത്തത്തോടെ സന്തോഷത്തോടെ വല്ലതും കൊടുത്താൽ ആ പണ്ഡിതന്മാര് സ്വീകരിക്കുകയാണ്. അല്ലാഹു കൊടുത്ത ഭാഗ്യം നോക്കൂ നിങ്ങൾ. ഒരു കൂട്ടർ പാട്ട് പാടി കേസ് വാങ്ങുമ്പോ ഈ പണ്ഡിതന്മാര് ഖുർആനോദിന്നു, ഈ പണ്ഡിതന്മാരെ ഖുർആൻ പഠിപ്പിക്കുന്നു. വലിയ ഭാഗ്യം തന്നെയല്ലേ? എന്തുകൊണ്ട്? അവർ തെരഞ്ഞെടുത്തത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഏറ്റവും മുന്തിയതിനെ തെരഞ്ഞെടുത്തവരാണ് പണ്ഡിതന്മാർ. അതേ സമയത്ത് അവർക്ക് ജീവിക്കാൻ മറ്റൊരു ജോലിക്ക് പങ്കെടുക്കാനും പോകാനും സാധിക്കാത്തത് കൊണ്ട് സമൂഹം അവർക്ക് വല്ലതും കൊടുത്താൽ അവർ സ്വീകരിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മിയുടെ ബാഇ, ആ ഒരൊറ്റ ബാഇ പഠിപ്പിച്ചതിന് ശമ്പളം കൊടുക്കാൻ, കൂലി കൊടുക്കാൻ ലോകത്തൊരൊറ്റ മുതലാളിയും വളർന്നിട്ടില്ല, ഒരു കമ്മിറ്റിക്കാരനും വളർന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു ബിസ്മിക്ക് അത് പഠിപ്പിച്ചതിന് കൂലി കൊടുക്കാൻ ഏത് മുതലാളിക്കാണ് കഴിയുന്നത്? സഹോദരന്മാര്, പരിശുദ്ധ ഖുർആനിന്റെ ബിസ്മിയുടെ ബാഇന്റെ വെയിറ്റ് എത്രയാണ്? അതിന്റെ പവർ എത്രയാണ്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ജോലി എടുത്തുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത്, യാചിച്ചുകൊണ്ടല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സഹാബത്ത് അവർ ജോലിയെടുക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. യഹ്തതിബൂന ബിന്നഹാരി വയുസല്ലൂന ബില്ലൈൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പകൽ സമയത്ത് പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് വിറ്റ് കാശാക്കിയിട്ട് ഉപജീവനം നടത്തുകയും ബാക്കിയുള്ള കേസ് പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ മഹാന്മാര് ജീവിക്കുന്നു. രാത്രി സമയത്ത് നീണ്ട തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള 70ഓളം സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തു. ആ സഹാബികളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു കൊടുത്തു. അതിൽപ്പെട്ട ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളടക്കമുള്ള സഹാബികൾ പോയി. അങ്ങനെ ചെന്നപ്പോൾ കൂട്ടിക്കൊണ്ടുപോയവർ ചതിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാനൊന്ന് അവരുടെ സമീപത്ത് ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വന്ന ആശയങ്ങൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. അവർ എന്നെ ഒന്നും ചെയ്യാതെ എനിക്ക് നിർഭയത്വം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്കും അങ്ങോട്ട് വരാം. അല്ല, അവരെന്നെ ആക്രമിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കാണാം, നിങ്ങൾ സമീപത്താണല്ലോ ഉള്ളത്. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ചെന്നു. ദീനിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി സമീപത്തേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയങ്ങൾ പറയുമ്പോൾ
ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നൊരു മനുഷ്യൻ വേറെ ഒരാൾക്ക് ചൂണ്ടിക്കൊടുത്തു. കുഴപ്പം തുടങ്ങൂ. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചൂണ്ടിക്കൊടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ ഒരു കുന്തവും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കുന്തം കൊണ്ട് ഒരൊറ്റ കുത്തു കൊടുത്തു. ആ കുത്ത് കിട്ടിയപ്പോൾ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കുന്തം തുളച്ചങ്ങ് കയറി. കുന്തത്തിന്റെ മുന ശരീരത്തിന്റെ മറുഭാഗത്തെത്തിപ്പോകുന്ന നിലയ്ക്ക് കുന്തം ശരീരത്തിലേക്ക് തുളച്ചങ്ങ് കയറി. കുന്തം ശരീരത്തിൽ തുളച്ചു കയറി രക്തമിങ്ങനെ എടുത്തു മറിക്കുമ്പോൾ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു ആ രക്തം കൈകൊണ്ട് തുടച്ച് ശരീരത്തിലൊന്ന് തുടച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ. കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ വിജയിച്ചു പോയി, ഞാൻ വിജയിച്ചു പോയി, ഞാൻ വിജയിച്ചു പോയി. നമ്മൾ വിജയിച്ചു വിജയിച്ചു നിങ്ങൾക്കെപ്പോഴാ? തെരഞ്ഞെടുപ്പ് നടന്നാലും തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ രാഷ്ട്രീയക്കാരും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരാള് തൽക്കാലത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അല്ലെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ജയിച്ചു, അല്ലെങ്കിൽ MLA ആയിട്ട് ജയിച്ചു, അല്ലെ MP ആയിട്ട് ജയിച്ചു. എന്ത് ജയിക്കലായി ജയിച്ചത്? കുറച്ച് ദിവസത്തേക്ക് കസേര. ഏത് കസേര? ഇളകിപ്പോകുന്ന കസേര, നിലനിൽക്കുന്ന കസേരല്ല, ഇളകിപ്പോകുന്ന കസേര. കേറിയിരിക്കുമ്പോ ജയിച്ചിട്ട് കേറിയിരിക്കുമ്പോ വലിയ അഭിമാനത്തോടെ ഇരുന്ന അന്ന് മുതലേ പേടിയാ ഈ കസേര നീക്കുന്നുള്ള പേടിയാ. ആ താൽക്കാലികമായ കസേര, ആ അധികാര കസേര, അത് സുബ്ഹാനല്ലാഹ് ഒരുത്തന് കിട്ടിയപ്പോ അത് കിട്ടാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യന് കിട്ടാൻ വേണ്ടി എത്ര ആളാ ഉറക്കൊഴിച്ചത്, എത്ര ആളാ അതിന് തമ്മിൽ തല്ലിയത്. ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി അയൽവാസിയും തമ്മിൽ തല്ലി. അയൽവാസി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവും, നിരക്കാരനായിരിക്കും ഇവിടെ പറയുന്നു. അങ്ങനെ നിരക്കാരനും തമ്മിൽ തല്ലി. അതുപോലെ തൊട്ടടുത്തുള്ള വീട്ടുകാർ തമ്മിൽ അതാ കുഴപ്പം കൂടി, അതേ നാട്ടുകാർ തമ്മിൽ കുഴപ്പം കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് പല പണിയും നടത്തി. എന്തിന്? ഏതോ ഒരു മനുഷ്യന്റെ ദുനിയാവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരസ്പരമൊക്കെ തെറ്റി. എന്നിട്ട് അവസാനം ഒരു ചങ്ങാതി ജയിച്ചു, 5 കൊല്ലത്തേക്ക് ജയിച്ചു എന്നാ പറയുന്നു. പക്ഷെ 5 കൊല്ലം നിൽക്കുമെന്ന് അറിയില്ല. ആ 5 കൊല്ലത്തേക്ക് ജയിച്ചപ്പോ വിജയിച്ചു വിജയിച്ചു എന്ന് വിളിക്കലില്ലേ? എന്നാ ശരിയായ വിജയം കാണുന്നു. ഈമാനിന്റെ കണ്ണുകൊണ്ട് കാണുന്നു, തഖ്വയുടെ കണ്ണുകൊണ്ട് കാണുന്നു. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു ശത്രുപക്ഷം വലിയ കുന്തം കൊണ്ടുവന്ന് കുത്തിയിട്ട് ശരീരത്തിൽ തുളച്ചങ്ങ് കയറിയിട്ട് ഞാനിതാ ഷഹീദായി മരിക്കുമെന്നങ്ങ് ഉറച്ചപ്പോ മഹാനവറുകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫുസ്തു റബ്ബിൽ കഅബ, വിജയിച്ചു വിജയിച്ചു റബ്ബിൽ കഅബ. കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചു. സഹോദരന്മാരെ, വിജയമെന്ന് പറയുന്നത് ഈമാനോടുകൂടെയുള്ള മരണമാണ് വിജയം, തഖ്വയോടുകൂടെയുള്ള മരണമാണ് വിജയം, ഈമാനിന്റെ വെളിച്ചത്തോടുകൂടെയുള്ള മരണമാണ് വിജയം. അതിനപ്പുറം വിജയമില്ല. മറ്റുള്ളതെല്ലാം താൽക്കാലിക വിജയങ്ങളാണ്. നിലനിൽക്കുന്ന വിജയം, നിലനിൽക്കുന്ന കസേര,
നിലനിൽക്കുന്ന കട്ടിൽ, നിലനിൽക്കുന്ന കൊട്ടാരം, നിലനിൽക്കുന്ന തോട്ടം, നിലനിൽക്കുന്ന നാട്, നിലനിൽക്കുന്ന വീട്, നിലനിൽക്കുന്ന ഭാര്യ, നിലനിൽക്കുന്ന സന്താനം, നിലനിൽക്കുന്ന സുഖം, നിലനിൽക്കുന്ന പഴം, എന്നെന്നും നിലനിൽക്കുന്ന അനുഭൂതികൾ മുഴുവനുമുള്ള ലോകം സ്വർഗലോകമാണ്. ആ സ്വർഗലോകത്ത് കാലകാലം താമസിക്കാൻ ഒരു മനുഷ്യന് ഈമാനോടെ തഖ്വയോടെയുള്ള മരണമാണ്. ആ മരണം ലഭിക്കുമ്പോൾ വിജയിച്ചു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെ. ആ വിജയത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അധ്വാനിക്കേണ്ടത്. ആ വിജയത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. മഹാനായ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലും താജുൽ ഉലമ തങ്ങളുടെ ദുആയിലും പങ്കെടുക്കാൻ വേണ്ടി വന്ന എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, കാരണവന്മാരെ, നമ്മളുടെ വിജയം ആഖിറത്തിന്റെ വിജയമാണെന്ന് ഓർമ്മിക്കണം. ആ വിജയത്തിന് വേണ്ടി കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവരാകണം. നിസ്കാരം കളാക്കുന്നവരാകരുത്. ചില ആളുകളുണ്ട് മഖ്ബറിന്റെ സമീപത്ത് വന്ന് ഇങ്ങനെ ഉരുണ്ട് നേരം പോകും. ഖബറിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ഉരുണ്ട് നേരം പോകും, നിസ്കരിക്കൂല. സുബ്ഹാനല്ലാഹ്. ചില മഹാന്മാർ ഖബറിന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് കാണാം ആണുങ്ങൾ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് പെണ്ണുകൾ വന്നിങ്ങനെ കിടക്കുന്നുണ്ട്, നിസ്കരിക്കാതെ. അതുപോലെ തന്നെ ശരീരം മറക്കാതെ, ഔറത്ത് മറക്കാതെ ഇങ്ങനെ വന്ന് അവിടെ ഇവിടെയും കിടക്കുന്നു. ആര് പറഞ്ഞു ഇവരോട് ഇങ്ങനെ കിടക്കാൻ? ആര് പറഞ്ഞു ഇവരോട് ഇങ്ങനെ വരാൻ? തഖ്വയില്ലാതെ, അല്ലാഹുവിനെ സൂക്ഷിക്കാതെ ഒരു പ്രവൃത്തിയും അംഗീകരിക്കുന്നവരല്ല. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും അംഗീകരിക്കില്ല, മരണപ്പെട്ടു പോയ ഔലിയാക്കളും അംഗീകരിക്കൂല. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. അതുപോലെ അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. എല്ലാ രംഗത്തും വേണം തഖ്വ. ആ തഖ്വ കൊണ്ട് മാത്രമേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും ബന്ധമുണ്ടാവുകയുള്ളൂ എന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആൾ മുത്തഖീങ്ങളാണ് കേട്ടോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുള്ളവർക്ക് ഔലിയാക്കളുമായി ബന്ധമുള്ളൂ. അവർക്ക് ആലിമീങ്ങളുമായി ബന്ധമുള്ളൂ. തെമ്മാടിത്തവും ചെയ്തിട്ട് എന്നെ ഔലിയാക്കളങ്ങ് രക്ഷിക്കുമെന്ന് മനസ്സിലാക്കണ്ട. തെമ്മാടിത്തവും ചെയ്തിട്ട് ആലിമീങ്ങൾ ഉണ്ടാകുമെന്ന് ധരിക്കണ്ട. അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തിക്കോളണം. അല്ല വിരോധിച്ചത് കൈയൊഴിച്ചോളണം. ചില ആളുകളുണ്ട് മഖ്ബറിന്റെ അടുത്ത് ഇരുന്നിട്ട് കഞ്ചാവ് വിളിക്കാം. ഇവിടെ ഉള്ളാളത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ചില മഖ്ബറിന്റെ അടുത്ത് നോക്കുമ്പോ ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് കഞ്ചാവ് വിളിക്കുന്നു, തോന്നിവാസം. വേറെ ചിലര് ഖബറിന്റെ അടുത്ത് നിന്ന് കള്ളുടിക്കുന്നു. അതുകൊണ്ടൊന്നും മഖ്ബറിലുള്ള മഹാന്മാർ അതിന് ഉത്തരവാദികളല്ല. അതിനൊക്കെ ഉത്തരവാദി ജീവിച്ചിരിക്കുന്ന നമ്മളാ. കാരണം മരിച്ചവരോട് തക്ലീഫില്ല, തക്ലീഫൊക്കെ ജീവിച്ചിരിക്കുന്നവരോടാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരിക്കലും തന്നെ മഹാന്മാരത് പൊരുത്തപ്പെടുന്നില്ല. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. നാം അല്ലാഹു വിരോധിച്ച ഒന്നിലും പെട്ടുപോകാതെ അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന ബോധം നമുക്കുണ്ടാകണം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ അവർ എന്താണ് അവരുടെ പവർ? ഔലിയാക്കളുടെ പവർ എന്താണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാഇന് ദുഃഖവും പേടിയും ഇല്ല. അവരാരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ശരിയായ ഈമാനുള്ളവരും തഖ്വയുള്ളവരും ആണ്. അതാണ് ഔലിയാ. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ യുവാക്കളോടും ചെറുപ്പക്കാരോടും ഉമ്മമാരോടും കാരണവന്മാരോടും വിനയത്തോടെ ഞാൻ പറയട്ടെ, 5 വക്ത് ഖളാകാതെ നിസ്കരിക്കണം. സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇവിടെ കിടന്നുറങ്ങുന്ന മനുഷ്യരായി പോകരുത്. മറ്റുള്ള നിസ്കാരങ്ങൾ ഖളാക്കുന്നവരാകരുത്. നമ്മൾ പള്ളിയിൽ വെച്ച് ജമാഅത്ത് നടക്കും, അപ്പൊ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാകരുത്. ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാകണം പുരുഷന്മാർ. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. അതുപോലെ
അള്ളാഹു നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ പകർത്തണം. എവിടെയും വേണം തഖ്വ, എല്ലാ രംഗത്തും വേണം തഖ്വ. കുടിക്കുന്നതും തിന്നുന്നതും അള്ളാഹു അനുവദിച്ചതാകണം. നാം അനുഭവിക്കുന്നതൊക്കെ അള്ളാഹു അനുവദിച്ചതാകണം. നമ്മുടെ രംഗങ്ങളിൽ സ്വഭാവങ്ങളിൽ തഖ്വ വേണം. കൽപ്പനകളിലും വിരോധങ്ങളിലും തഖ്വ വേണം. എല്ലാ രംഗത്തും തഖ്വ വേണം. ആ തഖ്വയോടുകൂടെ ജീവിച്ചവരാണ് അള്ളാഹുവിന്റെ സജ്ജനങ്ങൾ എന്ന ബോധം നമുക്ക് വേണം. അങ്ങനെ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് തരാനും കഴിവുള്ളവനാണ്, ആഖിറം തരാനും കഴിവുള്ളവനാണ്. ആ നിലക്ക് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് നമ്മൾ ജീവിക്കണം. സഹോദരന്മാരെ, നിരവധി വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ധാരാളം മുനാഫിഖീങ്ങൾ ലോകത്ത് രംഗപ്രവേശനം ചെയ്ത കാലം. ഈമാനില്ലാത്തവരുടെ ലക്ഷണം എന്താണ്? ഈമാൻ ഇല്ലാത്തവരുടെ ലക്ഷണം അള്ളാഹു ബഹുമാനിച്ചതിന് നിസ്സാരം. അള്ളാഹു ബഹുമാനിച്ചതിന് നിസ്സാരം. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ മിഞ്ഞാന്ന് എറണാകുളത്ത് വയലായി അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു നോട്ടീസ്, റബീഉൽ അവ്വൽ ആയപ്പോ ഇറങ്ങിയ നോട്ടീസ്. ചില ജീവികൾക്ക് ചില മാസത്തിലാണ് ചില സൂക്കേട്. അതിൽ ചില കക്ഷികൾക്ക് റബീഉൽ അവ്വൽ ആവുമ്പോ ഒരു സൂക്കേടാണ്, ഒരു നോട്ടീസ് ഇങ്ങനെ നടക്കുന്നത്. എന്ത് നോട്ടീസ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമായതുകൊണ്ട് ലോകം മുഴുവനുള്ള മുസ്ലിമീങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചൊരു വിഷയമാണ് وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. മൂസാ നബി അലൈഹിസ്സലാമിന് നമ്മൾ നിർദ്ദേശം നൽകി നബിയെ, അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. അതേ അറിവില്ലായ്മയുടെ വിവരക്കേടിന്റെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും ഹിദായത്തിന്റെയും ഈമാനിന്റെയും വെളിച്ചത്തിലേക്ക് നിങ്ങളെ സമൂഹത്തെ നിങ്ങൾ പുറപ്പെടുവിച്ച് കൊണ്ടുവരൂ മൂസാ നബിയേ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു നബിയേ. അത് അങ്ങയുടെയും ഡ്യൂട്ടിയാണ്. ഓ മുഹമ്മദ് നബി, തങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. തങ്ങൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. വിവരക്കേടിൽ നിന്ന് വിവരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അമ്പിയാക്കൾ ഫബിഹുദാഹു മുഖ്തദി, അമ്പിയാക്കളുടെ സന്മാർഗത്തിന്റെ പാത ഓ നബിയെ തങ്ങളും പിന്തുടരേണ്ടതാണ്. ഇത് പഠിപ്പിക്കുന്ന ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന സമയത്ത് സമാധാനത്തിനും സന്തോഷത്തിനും മാതൃകക്കും വേണ്ടി എടുത്തു പറയുകയാണ്. മൂസാ നബിക്ക് നമ്മൾ ഇതേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നബിയെ, സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്. ഇതുപോലെ അല്ലാഹുവിന്റെ ദിനങ്ങൾ, അഥവാ അല്ലാഹുവിന്റെ ദിനങ്ങൾ, അഥവാ അല്ലാഹു ലോകത്ത് വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ, അല്ലാഹു തആല ലോകത്ത് വലിയ മുസീബത്തുകൾ ഇറക്കിയ ദിവസങ്ങൾ,
ആ ദിവസങ്ങൾ രണ്ടും അള്ളാഹുവിന്റെ ദിനങ്ങളെന്ന് പറയുന്ന ഈ ആയത്തിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നുവെന്ന് ഇമാം റാസി അടക്കം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നു. അള്ളാഹുവിന്റെ ദിനങ്ങളെ കുറിച്ച് അഥവാ അള്ളാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങളെ കുറിച്ച് ആ ജനങ്ങൾക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന വിഭാഗം, നിഅമത്തുകൾ കിട്ടുമ്പോൾ നന്ദി കാണിക്കുന്ന വിഭാഗം, ഇങ്ങനെ സാബിരീങ്ങളും ശാക്കിരീങ്ങളുമാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ് അവർ പ്രശ്നമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവരാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നന്ദി ചെയ്യുന്നവരാ. ഈ രണ്ട് ഗുണങ്ങളുള്ള മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ട് ധാരാളം ഫലങ്ങൾ ഉണ്ടാകും നബിയെ. അതുകൊണ്ട് ധാരാളം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കിട്ടും നബിയെ. അതുകൊണ്ട് അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മിപ്പിക്കണം, അനുസ്മരിപ്പിക്കണം. അത് മറന്നുപോകാൻ പാടില്ല. ഇത് മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ബാധകമാണെന്ന് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വിശദമായി തന്നെ പറയും. ഇമാം ബഖാഇ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിലും മറ്റ് ഇമാമിങ്ങളൊക്കെ അവരുടെ തഫ്സീറുകളിലും വിശദമായി തന്നെ അത് രേഖപ്പെടുത്തി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂടിയുള്ള നിർദ്ദേശമാണ് എന്ത്? നിഅമത്ത് ചെയ്ത ദിവസങ്ങളെ ഓർമ്മിപ്പിക്കണം. ഇതുകൊണ്ടാണല്ലോ പരിശുദ്ധ റമളാൻ, ആ പരിശുദ്ധ റമളാൻ അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചു എന്ന അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങളാണ്. ഇതുപോലെ ദുൽഹജ്ജ് മാസം, ദുൽഹജ്ജിന്റെ 9, 10, 11, 12, 13 അതൊക്കെ അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും മഹാന്മാർക്ക് നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്. അത് ലോകത്ത് എല്ലാ കൊല്ലവും ഓർമ്മിക്കണം, ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മളെ സെൽഫികളും എന്ന് പറയുന്ന മുജാഹിദുകളും നിങ്ങൾക്ക് കാണാം വലിയ പെരുന്നാളിന്റെ അന്ന് വലിയ ആട്ടിനെയും വലിയ കുട്ടനെയും വലിയ പോത്തനെയും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് വലിയ പെരുന്നാളിന്. എന്തിനാ? അത് അറക്കാനാ വലിയാരെ. എന്തിനാ അറക്കുന്നത്? എന്തിനാണ് ഈ പോത്തിനെ അറക്കുന്നത്? എന്തിനാണ് ആട്ടിനെ അറക്കുന്നത്? അത് ഉളുഹിയ്യത്ത് അറക്കാനാണ്. എന്താ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാല്? ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം കൊടുത്ത അവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ദിവസങ്ങൾ കൊണ്ടാടാനുള്ളതാണ്. അങ്ങനെ അവരെ ഓർമ്മിച്ചുകൊണ്ട്, അവർക്ക് അനുഗ്രഹം കിട്ടിയ ദിവസങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ആ ദിവസത്തിൽ അതാ നമ്മളെ സെൽഫികളും കൊണ്ടുവന്നിട്ട് അർക്കാണ് പോത്തിനെ. പോത്തിനെ അറക്കുന്നവൻ മരപ്പോത്താൻ പാടില്ല. പോത്തിനെ അറക്കുന്നവനുണ്ടാണോ? മനുഷ്യനാണോ? മനുഷ്യരാമോ? ചിന്തിക്കണം, എന്തിനാ ഈ പോത്തിനെ അറക്കുന്നത്? ഈ പോത്തിനെ അറക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഓർമ്മ പുതുക്കാനാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ പുതുക്കാനാണ്. അതെപ്പോ കൊല്ലത്തിലൊരു പ്രാവശ്യം, ആണ്ടിലൊരിക്കൽ. പക്ഷേ ഇത് സാധുക്കൾ അറിയില്ല. ഇവരിങ്ങനെ ഒതുങ്ങിയ തർക്കാന്നല്ലാതെ ഇത് ഈ ബണ്ടങ്ങ മരിച്ചുപോയ രണ്ടാളെ വകയിലാണ് ഇത് എന്നുള്ള വിവരം സാധുക്കൾക്ക് മനസ്സിലായില്ല. അറക്കലിങ്ങനെ അറക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ചപ്പോൾ ഖദീജ ബീവിയുടെ സ്മരണക്കായി ആട്ടിനേർത്ത് മാംസം വിതരണം ചെയ്തത് സഹീഹുൽ ബുഖാരിയിലില്ലേ? അപ്പൊ മരണപ്പെട്ടു പോയ ആളുകളെ അനുസ്മരിക്കുന്നു, അവരെ പേരിൽ ആട്ടിനേർത്ത് കൊടുക്കുന്നു. എന്നാൽ അനുഗ്രഹം ലഭിക്കുന്ന ദിവസങ്ങൾ മറക്കാൻ പാടില്ല. അനുഗ്രഹം ലഭിച്ച ദിവസങ്ങൾ ഓർമ്മിക്കണം.
അതുകൊണ്ട് തന്നെ ആശൂറാ ദിവസം വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അനുഗ്രഹം ലഭിച്ച ദിവസമാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ അത് അനുസ്മരിക്കുന്നു, മുഹറം മാസം അനുസ്മരിക്കുന്നു. ഇതുപോലെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം വരുമ്പോ, റസൂലുള്ള ജനിച്ച റബീഉൽ അവ്വൽ വരുമ്പോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസ്മരിക്കുന്നു, പ്രത്യേകം അനുസ്മരിക്കുന്നു. ആ നിഅമത്തിനെ അനുസ്മരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അതാ ഭക്ഷണം വിതരണം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, അവിടുത്തെ മദ്ഹ് പറയുന്നു, അവിടുത്തെ മദ്ഹ് പാടുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബിന് ശുക്റായി ചെയ്യുന്നു. ഇത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളെ ചില ആളുകൾക്ക് ഭയങ്കര വിഷം. റസൂലുള്ളാഹി ഇങ്ങനെ ആളുകൾക്ക് ഓർമ്മിക്കുന്നു, റസൂലുള്ളാഹിന്റെ ബഹുമാനം ഇങ്ങനെ പാടുന്നു, അപ്പൊ ഭയങ്കര വിഷം. അപ്പൊ അവര് നോട്ടീസ് കൊണ്ട് നടക്കുക. അങ്ങനെ നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ നോട്ടീസ് എന്താണ്? മുഹമ്മദ് നബിയുടെ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് മൗലൂദ് ഓതിയതായി തെളിയിച്ചാൽ 1,00,000 രൂപ ഇനാം. പൈസ കൊടുത്തിട്ടാ പരിപാടി, 1,00,000 രൂപ ഇനാം. അപ്പൊ ഈ നോട്ടീസ് എനിക്ക് കൊണ്ടുതന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, അതിന്റെ നേരെ ചോട നിങ്ങൾ എനിക്കോ എന്ത്? മുഹമ്മദ് നബിയുടെ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ഓതിയിട്ടില്ല എന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം. എന്താ പോ ഇനാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൂടെ? സാധിക്കും നിങ്ങൾ തെളിവുകൊണ്ടിരി, അങ്ങനെ മൗലിദ് ഓതിയിട്ടില്ല അങ്ങനെ തെളിവുകൊണ്ടിരി. സുബ്ഹാനല്ലാഹ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നു. ഫലൽ ബദ്റു അലൈനാ മിൻ ഥനിയാത്തിൻ ദാഉ വജബ ശുക്റു അലൈനാ മാ ദആ ലില്ലാഹി ദാഉ أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. ഈ മൗലിദ് സ്വഹാബത്ത് ചൊല്ലിയത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അങ്ങനെ ചരിത്രം. അപ്പൊ പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ഓതിയിട്ടില്ല എന്നാര് പറഞ്ഞു? സ്വഹാബത്ത് മൗലിദ് ഓതിയത് അന്ന് തന്നെയല്ലേ? ആ മൗലിദിൽ തന്നെ സ്വഹാബത്ത് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തലഅൽ ബദ്റു അലൈനാ, പൂർണ്ണചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മിലേക്ക് ഉദിച്ചുയർന്നു. അങ്ങനെയല്ലേ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലുള്ളത്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. അത് തന്നെയല്ലേ ശറഫുൽ അനാമിലുള്ളത്? അസ്റഖൽ ബദ്റു അലൈനാ. അത് തന്നെ അന്നത്തെ സ്വഹാബത്തിന്റെ മൗലിദിലുള്ളത്. തലഅൽ ബദ്റു അലൈനാ. ഇത് ചൊല്ലിയ സ്വഹാബത്ത് രണ്ടാമത്തെ വരിയിൽ ചൊല്ലിയത് എന്താണ്? വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് പ്രമാണിച്ച് അല്ലാഹുവിനെ ശുക്ർ ചെയ്യൽ നമ്മുടെ കടപ്പാടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് ഉദിച്ചുയർന്നു. അതിന്റെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ ഈ ഒരൊറ്റ കൊല്ലം മാത്രം മതിയോ പരിപാടി? പോരാ. മാദാ ലില്ലാഹി ദാ. അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ഒരൊറ്റ മനുഷ്യൻ ബാക്കിയുള്ള കാലത്തോളം, ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ബാക്കിയുള്ള കാലത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്യൽ കടപ്പാടാ. അന്ന് തന്നെ പറയുന്ന ഈ ഒറ്റ കൊല്ലം മാത്രം പോരാ, ഖിയാമത്ത് നാൾ വരെ നടക്കണം.
എന്ന് മാത്രമല്ല, ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. ഖുർആൻ ഓതുന്നത്, ഫാത്തിഹ ഓതുന്നത് ശുക്റാണ്. ഖുൽ ഹുവല്ലാഹു ഓതുന്നത് ശുക്റാണ്. ധർമ്മം ചെയ്യുന്നത് ശുക്റാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത് ശുക്റാണ്. സലാത്ത് ചൊല്ലുന്നത് ശുക്റാണ്. അതൊക്കെയും ശുക്റാണ്. ശുക്റിന്റെ പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാൾ വരെ നടക്കണമെന്ന് അന്ന് തന്നെ സഹാബത്ത് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ നമ്മളെ മൗലിദിൽ ചെയ്യാറുള്ളത് പോലെ അതാ സഹാബത്ത് റസൂലുള്ളാഹിനെ വിളിക്കുന്നു, അയ്യൂഹൽ മബ്ഊസു ഫീനാ ജിതാബിൽ അംരിൽ മുതായി, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയേ, അവിടുന്ന് കൊണ്ടുവന്ന ഇസ്ലാമിക പ്രസ്ഥാനം അത് അംഗീകരിക്കപ്പെടേണ്ട ആശയം തന്നെ, അനുസരിക്കപ്പെടേണ്ട ആശയം തന്നെ. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ മൗലിദിൽ ചൊല്ലാറുള്ളത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ബറക്കത്തുണ്ടായ വിവരം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ മർഹബ പാടുന്നു. മർഹബ യാ ഖൈറി, മർഹബ ചൊല്ലിക്കൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദി സ്വഹാബത്ത് ചൊല്ലുകയാണ്. പിന്നെ ആര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദില്ല? റസൂലുള്ളാഹിന്റെ കാലത്ത് റബീഉൽ അവ്വൽ വന്നതിന് മൗലിദില്ല എന്ന് ആര് പറഞ്ഞു? ഇത് റബീഉൽ അവ്വൽ വന്നതിനല്ലേ ചൊല്ലിയത്? സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വദക്കിറുഹും ബിഅയ്യാമില്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ദിവസങ്ങൾ, ആ ദിവസങ്ങളെ കൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കണം, അത് അനുസ്മരിപ്പിക്കണം. എന്നാൽ എന്താ കാര്യം? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, നന്ദി ചെയ്യുന്ന ആളുകൾക്കും നന്നായി ക്ഷമിക്കുന്ന ആളുകൾക്കും നന്നായി നന്ദി ചെയ്യുന്ന ആളുകൾക്കും അതിൽ പാഠങ്ങളുണ്ട് കേട്ടോ, തെളിവുകളുണ്ട് കേട്ടോ. അല്ലാഹ് നിഅമത്ത് ചെയ്ത ദിവസങ്ങളെ ഓർമ്മിപ്പിക്കണം. ഈ നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ് റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. എന്റെ മാന്യ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു നബിദിനം കൊണ്ടാടുന്നതിനും മൗലിദ് ഓതുന്നതിനും തെളിവ് പറയാൻ വേണ്ടി ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ രചിച്ചു. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബീഉൽ അവ്വൽ 12 ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണെന്ന് ഫത്വ കൊടുത്തു. നാസിറുദ്ദീൻ ദിമസ്കി റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചു. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇമാം ഫാക്കിഹാനി വരെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണം. ഇമാം ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അല്പം അതിര് കവിഞ്ഞു പോയപ്പോ, അഥവാ അദ്ദേഹം റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ വിരോധിയല്ല, റസൂലുള്ളാഹിന്റെ മൗലിദ് വേണ്ടെന്ന് പറഞ്ഞ ആളല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബുണ്ട്. ആ സ്വന്തം കിതാബിൽ റസൂലുള്ളാഹി ജനിച്ച ദിവസങ്ങളിലുള്ള മഹത്വങ്ങൾ പാടിപ്പുകയറ്റുന്ന പദ്യങ്ങൾ ധാരാളം കൊടുത്തു. റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ പുണ്യങ്ങൾ വിവരിച്ച ആളാണ് ഇമാം ഫാക്കിഹാനി. പക്ഷേ അതാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ മൗലിദ് പരിപാടി കൊണ്ടാടുമ്പോ, ചില രാജാക്കന്മാരും രാഷ്ട്രീയക്കാരും മൗലിദ് പരിപാടി കൊണ്ടാടുമ്പോ അവിടെ ആണും പെണ്ണും ഇടകലരുകയും അതുപോലെ പല തെറ്റായ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ അത് കണ്ട് സഹിക്കാത്തതുകൊണ്ട് അദ്ദേഹം ആ മൗലിദിനെതിരെ ചില വാചകങ്ങൾ പറഞ്ഞുപോയി. ആ വാചകത്തിൽ ലാഹിർ നോക്കിയാൽ മൗലിദ് തന്നെ പാടില്ലെന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് തോന്നിയതിനാൽ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കിതാബ് രചിച്ചു. വാസ്തവത്തിൽ ഇമാം ഫാക്കിഹാനി റസൂലുള്ളാഹി ജനിച്ചതിൽ സന്തോഷിക്കുന്നതിന്റെ വിരോധിയല്ല, സലഫികളെ കക്ഷിയല്ല, അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ സംബന്ധിച്ച് പോയി പാടാത്ത ആളല്ല. ബഹുമാനപ്പെട്ടവരെ സ്വന്തം കിതാബിൽ ധാരാളം മഹാനവറുകൾ പാടിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ കൂട്ടത്തിൽ അതാ എല്ലാ സലഫികളും ഒരുപോലെ ബഹുമാനിക്കുന്ന അതാ ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടുന്നതിനെ സംബന്ധിച്ച് ചർച്ചയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഫതഅദീബു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ, മുഹമ്മദ് നബിയുടെ മൗലിദിനെ ബഹുമാനിച്ച് കൊണ്ടാടൽ, വത്തിഖാദുഹു മൗസിമൻ, അതൊരു ആഘോഷമായി കൊണ്ടാടൽ, ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്, പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്, പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നവർ നല്ല നിയ്യത്തോടെ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ചെയ്യുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫലഹു അജ്റുൻ അദീമുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും കേട്ടോ. ലിഹുസ്നി ഖസ്ദിഹി വതഅദീബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചതിന് വേണ്ടി, റസൂലുള്ളാഹിനെ ആദരിക്കുക, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന നല്ല കരുത്തുള്ളതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം പടച്ചവന്റെ അടുക്കൽ വെച്ച് കിട്ടുന്നതാണ് കേട്ടോ. ലോകത്തുള്ള എല്ലാ സലഫികളും, എല്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും, എല്ലാ തബ്ലീഗ് ജമാഅത്തുകാരും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വരെ റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടിയാൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് രേഖപ്പെടുത്തുന്നു. വിവരമുള്ള ഒരൊറ്റ മനുഷ്യനും അതിൽ എതിർത്തിട്ടില്ല. പിന്നെന്തായി? അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൂടാ, മുഹമ്മദ് നബി നമ്മളെ പോലത്തെ മനുഷ്യനാണ് എന്ന് പറയുന്ന പുത്തൻവാദികൾ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന ഈ ബഹുമാനത്തെയും അംഗീകാരത്തെയും ചോദ്യം ചെയ്യുന്നു. അവർ അങ്ങനെ റബീഉൽ അവ്വൽ ആവുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില സമയത്ത് ചില രോഗമാണ്, അങ്ങനെ ഒരു നോട്ടീസ് കൊണ്ടിങ്ങനെ നടക്കുക. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. മുസ്ലിമീങ്ങൾ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാകണം, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നവരാകണം. ആ സ്നേഹവും ബഹുമാനവും കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ ഈമാൻ നിലനിർത്താൻ കഴിയൂ. ബഹുമാനവും സ്നേഹവും കൈവച്ചവർക്ക് ഈമാൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. തുടക്കം ഇബ്ലീസ. ആ ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചില്ല, പിഴച്ചു. അവിടെ നിങ്ങോട്ട് ആരൊക്കെ അല്ലാഹ് ബഹുമാനിച്ചവരെ നിസ്സാരപ്പെടുത്തിയോ അവരുടെയൊക്കെ ഈമാൻ തെറ്റിപ്പോയി എന്നതല്ലേ ചരിത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഇപ്പോൾ ഞാൻ വിശദമായി നീളമായി സംസാരിക്കുന്നില്ല, നാളെയും ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പല വിഷയങ്ങളും അദ്ദേഹം ഉള്ളതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു പണ്ഡിതനായി. ഇമാം സുബ്കി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, ലഹു ദക്കാഉൻ വഇൽമുൻ വലാകിൻ ലം യജിദ് ശൈഖൻ യഹ്ദിഹി. അദ്ദേഹം വലിയ ബുദ്ധിയുള്ള ആളാണ്, വലിയ വിവരമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ സന്മാർഗത്തിൽ നയിക്കുന്ന ഒരു ശൈഖിനെ, ഒരു ഗുരുനാഥനെ അദ്ദേഹം എത്തിച്ചില്ല എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അസ്സൈഫുസ് സഖീൽ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വെച്ചു. ആ ഇബ്നു തൈമിയ്യ ഇന്ന് ഉള്ളാളം മഖ്ബറയിൽ വന്ന് സിയാറത്ത് ചെയ്ത്, ഓ സയ്യിദ് മുഹമ്മദ് ശരീഫ് മദനി തങ്ങളെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്നൊരു മുസ്ലിം പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തവനായി എന്ന് വാദിക്കുന്നവർ ഇല്ലേ? അതുപോലെ ഓ നബിയേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വദദ് ലക അസ്കൂ ഫീ യാ സയ്യിദി ഖൈറൻ നബി
الشفاعة هب لنا في القيامة مشفقا واغلنا إمضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطاهي والحبيب العربي. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ശഫാഅത്ത് ചോദിക്കുമ്പോ ശിർക്കാണ് എന്ന് പറയുന്നവരില്ലേ, അവര് വാദിക്കുന്ന മുഴുവൻ വാദങ്ങളും മുസ്ലിങ്ങൾക്ക് അന്യമാണെന്ന് വാസ്തവത്തിൽ ഇബ്നു തൈമിയ്യയുടെ വാചകങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ അടുത്ത് നമ്മളെ ഈ ഒസങ്കടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 2 വാദം പറഞ്ഞു. കാരണം ഒരു മുജാഹിദിന്റെ മൗലവി വന്നിട്ട് അയാൾ കുറച്ചു കാലം സുന്നികളെ കൂടെ അങ്ങനെ നടന്നു. അങ്ങനെ നോക്കുമ്പോ സുന്നികളെ കൂടെ പറഞ്ഞാൽ കൂടുതൽ വരവ് കിട്ടൂല, വരുമാനം കിട്ടൂല എന്ന് തോന്നിയപ്പോ അദ്ദേഹം മുജാഹിദിന്റെ കൂടെ പോയി. അങ്ങനെ അയാൾ വന്നിട്ട് കുറെ തോന്നിവാസം പ്രസംഗിച്ചു. അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു പ്രസംഗിച്ചപ്പോ പിന്നെ അയാൾ പോയി, പിന്നെ വേറൊരാൾ വന്നു. അങ്ങനെയാണല്ലോ ഈ ചില സാധനങ്ങൾ, നല്ല ഉറപ്പുള്ള സാധനങ്ങൾ ചില കത്തി കൊണ്ട് മുറിച്ചാല് വായ്ത്തല തെരഞ്ഞു പോകും. അപ്പൊ പിന്നെ കത്തി മാറ്റി. അങ്ങനെ പിന്നെ നോക്കുമ്പോ ആ കത്തിയില്ല, വേറെ കത്തി. വേറെ മൗലവി വന്നു. അയാൾ വന്നിട്ട് കുറെ തോന്നിവാസം പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ പറഞ്ഞതാ മുസ്ലിംമാർക്ക് പണി കൂലിക്ക് ഖുർആൻ ഓതലാണ്. മുസ്ലിംമാർ എങ്ങനെ നിസ്സാരപ്പെടുത്തി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ മുസ്ലിംമാർക്ക് പണി കൂലിക്ക് ഖുർആൻ ഓതലാണ്. ആരാണ് കൂലിക്ക് ഖുർആൻ ഓതല്? നമ്മൾ ആരും ഖുർആൻ ഓതാൻ വേണ്ടി ഒരാള് മുസ്ലിയാരെ എന്റെ ബാപ്പ മരിച്ചു, കുറച്ച് ഖുർആൻ ഓതരോ നിൽക്കുമ്പോ എത്ര മണിക്കൂർ ഓതണം, 1 മണിക്കൂറിന് എത്ര പൈസ തരും എന്ന് ചോദിച്ചിട്ട് നമ്മളാരെ ഖുർആൻ ഓതാൻ പോക്കുണ്ടോ? അങ്ങനെ കൂലി വെച്ചിട്ട് ഇജാറത്തിന്റെ അഖദ് നടത്തിയിട്ട് ആരെങ്കിലും ഖുർആൻ ഓതാൻ പോകലുണ്ടോ? നമ്മുടെ നാട്ടിൽ പോകാൻ പാടുണ്ടോ ഇല്ലല്ലോ വേറെ വിഷയം, പാടൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. അങ്ങനെ ഓതാൻ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഉസ്താദേ ഒന്ന് വന്നിട്ട് എന്റെ ബാപ്പന്റെ അടുക്കൽ വെച്ചിട്ട് ഖുർആൻ ഓതണോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഖുർആൻ ഓതി കൊടുക്കും, അയാളെ സഹായിക്കലാണിത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഈ സെൽഫികൾ സാധാരണ പറയാ ഖുർആൻ മുറുകെ പിടിക്കണം. ഖുർആൻ മുറുകെ പിടിച്ചാൽ പറ്റില്ല, തുറന്നു നോക്കണോ? അപ്പോഴാ സുന്നത്ത് ജമാഅത്തിന്റെ തെളിവ് കാണുക. നല്ല കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? അപ്പൊ മുസ്ലിയാരെ സഹായത്തിന് വെച്ചാണ് ബാപ്പന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങളൊന്ന് വരുമോ മുസ്ലിയാരെ? ഖുർആൻ അല്ലാഹു പറഞ്ഞാൽ സഹായിച്ചു കൊടുക്കണം. നന്നായിട്ട് ഖുർആൻ ഓതാൻ ശരിക്കും തജ്വീദ് അനുസരിച്ച് തെറ്റില്ലാണ്ട് ഖുർആൻ ഓതാൻ കഴിയും ഈ മുസ്ലിയാർക്ക്. നേരെ മറിച്ച് ചിലപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഓതാൻ കഴിഞ്ഞുള്ളൊന്നുമില്ല. ചിലപ്പോൾ അയാളെ ദുഃഖഭാരം കൊണ്ട് അങ്ങനത്തെ വേദനയും വ്യസനവും കൊണ്ട് ഖുർആൻ ഓതാൻ അയാൾ കൊണ്ട് സാധിക്കുന്നില്ല, ക്ഷീണിച്ചു പോയി. അങ്ങനത്തെ പല സംഗതികളും ഉണ്ടാകാം. പിന്നെ അയാളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ കൈ കൊടുക്കണം, അവരോട് സംസാരിക്കണം. അപ്പൊ പിന്നെ ഖുർആൻ ഓതാൻ അയാൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ പല കാരണങ്ങളും ഉള്ളത് കൊണ്ട് ഒരു മുസ്ലിയാരെ അല്ലെ 2 മുസ്ലിയാരെ വിളിച്ച് ഖുർആൻ ഓദിക്കുകയാണ്. ഖുർആൻ ഓതിയാൽ എന്താ കാര്യം? ഇദാ ഖുറിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേട്ടാക്കുന്ന റഹ്മത്തിറങ്ങും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങും. അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്. പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദർതുൽ മരീള വൽ മയ്യിത ഫഖൂലു ഖൈറാ, മരിച്ച മയ്യത്തിനെടുക്കലും അതുപോലെ മരണമാസന്നമായ രോഗിയുടെ അടുക്കലും നിങ്ങൾ ഖൈറായത് ചൊല്ലണം എന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുമാണ്. ഇങ്ങനെ വ്യക്തമായി ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്. വാസ്തവത്തിൽ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നതും മരിച്ച മയ്യത്തിനെടുക്കൽ ഖുർആൻ ഓതുന്നതും അതുകൊണ്ടല്ലേ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞത് ഇദാ മൻ തസദ്ദഖ, ഇദാരെങ്കിലും സദഖ ചെയ്താൽ ലിമൻ യഖറഉൽ ഖുർആന മൻ തസദ്ദഖ അനിൽ മയ്യിതി, ആരെങ്കിലും ഒരു മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്താൽ ലിമൻ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതുന്നവർക്ക് ധർമ്മം ചെയ്താൽ വഗൈരിഹിം, ഖുർആൻ ഓതാത്തവർക്കും ധർമ്മം ചെയ്താൽ യൻഫഉ ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ലോകത്തൊരൊറ്റ മുസ്ലിമിനും തർക്കമില്ല, അത് മരിച്ച മയ്യത്തിന് ഫലം കിട്ടുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു വകദാലിക ഇദാ ഖറഅൽ ഖുർആന വഅഹദാ സവാബഹു ഇലൈഹി യസ്ലുഹു ദാലിക, അതുപോലെ ഖുർആൻ ഓതിയിട്ട് മരിച്ച മയ്യത്തിന് ഹദിയ ചെയ്താൽ മയ്യത്തിനത് ചേരുന്നതാണ് കേട്ടോ. സഹോദരന്മാരെ, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയിട്ട് സംസാരിച്ചു. ഈ സംസാരിക്കുന്ന ആളുകൾ
അവര് വാസ്തവത്തിൽ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ തന്നെ പരിശോധിച്ചു നോക്കിയിരുന്നുവെങ്കിൽ അവർ ഖുർആൻ ഓതുന്നതിനെതിരെ സംസാരിക്കില്ലായിരുന്നു. മൗലവി ഒരു ന്യായം പറഞ്ഞതാ രസം. എന്താ ന്യായം എന്നറിയോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ മുന്നിലിരുത്തിയിട്ട് ഓതാനുള്ളതല്ല മുസ്ലിയാരെ, അത് ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാനുള്ളതാണ്. അതിന് ഖുർആനിലെ തെളിവിടുന്ന ലിയുൻദിറ മൻകാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാനാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരെ മുന്നിൽ കടത്തിയിട്ട് ഓതാനുള്ളതല്ല ഖുർആൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ല മൗലവി, നിങ്ങളല്ലേ മെഞ്ഞാന്ന് മയ്യിത്ത് നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതുന്നത് കണ്ടത്? മയ്യിത്ത് മുന്നിൽ ഇങ്ങനെ കടത്തിയിട്ട് ഇയാൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി, ഇതേ മൗലവി തന്നെ. അപ്പോ ഇയാൾക്ക് ഓർമ്മ വരട്ടെ, ലിയുൻദിറ മൻകാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാനാ ഖുർആന്. മയ്യിത്തും മുന്നിൽ വെച്ചിട്ട് ഫാത്തിഹ ഓതാൻ പാടില്ല, അത് അയാൾക്ക് അന്നേരം ഓർമ്മ വരണ്ടേ? പക്ഷേ ഇസാദുന് ഫാത്തിഹ ഖുർആനാന്ന് കൂടി അറിഞ്ഞൂടാ, അതാ പ്രശ്നം. ഫാത്തിഹ ഖുർആനിൽ പെട്ടാൽ കൂടി മൗലവിക്ക് അറിയില്ല. ഇങ്ങനത്തെ ജാഹിലീങ്ങൾ വന്നിട്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് നടക്കുകയാണ്. എന്തൊരു വിവരക്കേടാണ്, അല്ലാഹു കാക്കട്ടെ. സഹോദരന്മാരെ, അപ്പൊ മയ്യിത്തും മുന്നിൽ വെച്ച് സഹീഹുൽ ബുഖാരിയിലുള്ളതല്ലേ ബാബു ഖിറാഅത്തിൽ ഫാത്തിഹത്തി അലൽ ജനാസ, ജനാസയുടെ പേരിൽ ഫാത്തിഹ ഓതുന്നതിൽ പറയുന്ന അധ്യായം സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയാണ്. അപ്പൊ മയ്യിത്ത് മുന്നിൽ വെച്ച് ഖുർആൻ ഓതാൻ പാടില്ലെന്നല്ലല്ലോ പഠിപ്പിച്ചത്. ഖുർആൻ മയ്യിത്തിന്റെ സമീപത്ത് ഓതുന്നതിന് ഫലമുണ്ടെന്നല്ലേ പഠിപ്പിച്ചത്. അതിന് നേരെ വിപരീതമായി മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ച് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അത്തരത്തിലുള്ള ആളുകൾ ജനങ്ങളെ പറഞ്ഞ് പഴിപ്പിക്കുന്നത് എന്താണ്? ഈ മുസ്ലിമീങ്ങൾ, ഈ ഇന്നത്തെ മുസ്ലിമീങ്ങളായ സുന്നികള്, അവരും മക്കാ മുശ്രിക്കീങ്ങളും ഒരുപോലെ ആയിരുന്നു. കാരണം മക്കാ മുശ്രിക്കീങ്ങൾ വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യഖുറുഹും മാ ലാ യൻഫഉഹും വലാ യദുറുഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. മക്കാ മുശ്രിക്കീങ്ങള് അവർക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത പലതിനെയും ആരാധിക്കുകയും എന്നിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അള്ളാന്റെ അടുക്കല് ശുപാർശ പറയുന്നതാണെന്ന് അവർ വാദിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഖുർആനിലുണ്ട്. അതെന്നെ നമ്മളെ സുന്നി മുസ്ലിയാമാരും പറയുന്നത്. എന്നാണ് ഈ വിവരം കെട്ട മൗലവിമാര് മുസ്ലിമീങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്നിപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. നാളെ ഞാൻ ആ ആയത്തിന്റെ വിശദീകരണം വ്യക്തമായി അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയും. നാളെ ഞാൻ അതിലേക്ക് മാറ്റിവെക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഓർക്കണം, ശഫാഅത്തിനെ നിഷേധിച്ചിരുന്നവർ, അഥവാ അമ്പിയാക്കളുടെ ശഫാഅത്ത്, മലക്കുകളുടെ ശഫാഅത്ത്, ഔലിയാക്കളുടെ ശഫാഅത്ത്, അവരെ ശുപാർശയെ നിഷേധിച്ചവർ ഖവാരിജിയാക്കളാണ്, മുഅ്തസിലിയാക്കളാണ്, സൈദിയാക്കളാണ്. എന്ന് പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും വേണ്ടി പുത്തൻവാദികൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ആ പുത്തൻവാദികളെ കൂട്ടത്തിലുള്ള ഒന്നാമത്തെ കക്ഷിയാണ് ഖവാരിജിയാക്കൾ കേട്ടോ. ഈ ഖവാരിജിയാക്കൾ എന്താ ചെയ്തത്? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, അലി ഇബ്നു അബീ താലിബ് കാഫിറായി പോയി, അംർ ഇബ്നുൽ ആസ് കാഫിറായി പോയി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കാഫിറായി പോയി, റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. സഹാബികളെല്ലാം കാഫിറായി പോയി, മുശ്രിക്കായി പോയി, ശിർക്ക് ചെയ്യുന്നവരായി പോയി എന്നാണ് അന്നത്തെ പുത്തൻവാദികളായ ഖവാരിജിയാക്കൾ വാദിച്ചിരുന്നത്. ഇന്നത്തെ സലഫി മൗലവിമാര് പറയുന്നില്ലേ, ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങള് ശിർക്ക് ചെയ്യുന്ന ആളാണ്, കണ്യത്ത് ഉസ്താദ് ശിർക്ക് ചെയ്യുന്ന ആളാണ്, എല്ലാ അലിമീങ്ങളും ശിർക്ക് ചെയ്യുന്നവരാണ്. ശിർക്ക് ചെയ്യാത്തവരാരാ? നമ്മളെ കുറച്ച് കിറുക്കുള്ള മൗലവിമാര് മാത്രമാണ് എന്നല്ലേ അവരുടെ വാദം. ഈ വാദം തന്നെയായിരുന്നു വാസ്തവത്തിൽ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഖവാരിജിയാക്കളും വാദിച്ചിരുന്നത്. എന്താണ് കാരണം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗൽഭരായ ഈ സ്വഹാബികൾ
ഒരു പ്രശ്നത്തിന്റെ അറുതി വരുത്താൻ വേണ്ടി മധ്യസ്ഥം പറയാനും തീരുമാനമെടുക്കാനും ഒരാളെ തെരഞ്ഞെടുത്ത് നിശ്ചയിക്കാൻ അവര് തീരുമാനിച്ചപ്പോൾ പടച്ചവന് മാത്രമേ തീരുമാനം പറയാൻ അധികാരമുള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, തീരുമാനം പറയാൻ അല്ലാഹ്ക്കേ പാടുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് തീരുമാനം പറയാൻ ഒരു പണ്ഡിതനെ നിശ്ചയിച്ചതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് കാഫിറായി പോയി എന്ന് ഈ പുത്തൻവാദികൾ വാദിച്ചു. അവരോട് വാദപ്രതിവാദം നടത്താനായിരുന്നു ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിരുന്നത്. 8,000-ഓളം വരുന്ന പുത്തൻവാദികൾ, അത് സഹാബത്തിന്റെ കാലത്തുണ്ടായ എണ്ണമാണ്. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചങ്ങാതി അങ്ങ് സലഫിയായാൽ പേടിക്കുന്നവരല്ലല്ലോ സുന്നി അലിമീങ്ങളും സുന്നികളും. സഹാബത്തിന്റെ കാലത്ത് 8,000-ഓളം ആളുകളാ ഒരൊറ്റ ദിവസം പുത്തൻവാദികളായി പോയത്. ആ പുത്തൻവാദികൾ രംഗപ്രവേശം ചെയ്തപ്പോ അവരോട് സംവാദം നടത്തിയ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഓർക്കണം, ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഓരോന്നിനും തെളിവങ്ങ് പറഞ്ഞപ്പോൾ 4,000-ഓളം ഖവാരിജിയാക്കൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നു. നേതാക്കളടക്കം മടങ്ങി. ആ നേതാക്കൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഖുത്ബ പള്ളിയിൽ. അപ്പൊ ചില ആളുകൾ വന്നിട്ട് അവരെ പരിഹസിച്ചു. നിങ്ങൾ എന്താണ് ഞങ്ങളെല്ലാം അനുയായികളാക്കിയിട്ട് നിങ്ങൾ പിന്നെ അങ്ങ് മാറിയിട്ട് പിന്നെയും സുന്നി തന്നെ പോയത് എന്ന് ചോദിച്ച് പരിഹസിച്ചു. ആ സമയത്ത് ഇവര് പറഞ്ഞു, അത് അലി ഇബ്നു അബീ താലിബ് നേരത്തെ കാഫിറായത് തൗബ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അയാളെ കൂടെ കൂടിയത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പണ്ട് കാഫിറായിട്ടില്ല, തൗബ ചെയ്തിട്ടില്ല. കാരണം കാഫിറായിട്ട് വേണ്ടേ തൗബ ചെയ്യണമെങ്കിൽ, രോഗമില്ലാണ്ട് എന്തുപിടിക്കാനാ? അതുകൊണ്ട് ഞാൻ കാഫിറായിട്ടില്ല, ഞങ്ങൾ ആരും കാഫിറായിട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? അനുയായികൾ നമ്മളെ വിട്ടു പോകുന്ന വിചാരിച്ചു രണ്ടാമത് പിന്നെയും ഖവാരിജിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ് കലിമത്തു ഹഖ്ഖിൻ നുരീദ ബിഹിൽ ബാത്തിൽ. പറഞ്ഞ വാചകം ശരിയാണ്, പക്ഷെ ഉദ്ദേശിച്ചത് കടുത്ത ബാത്തിലാണ്. ഇതുപോലെ മുജാഹിദ് മൗലവിമാര് സലഫി മൗലവിമാർ ആയത്തോതുമ്പോ ആയത്ത് ശരിയാണ്, പക്ഷെ അർത്ഥം പറഞ്ഞത് തെറ്റാ. ഇതാ പ്രശ്നം. ആയത്ത് ശരിയാണ്, ഖുർആനിലുള്ള ആയത്ത് തന്നെ. പിന്നെ പക്ഷെ അർത്ഥം പറയുമ്പോഴാണ് പിഴവ്. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അവരൊന്ന് ആയത്തല്ലേ ആയത്തോതി ശരിയാണ്, പക്ഷേ അതിന് അർത്ഥം പറഞ്ഞാൽ തെറ്റി. അലി ഇബ്നു അബീ താലിബിനെതിരെ ആയത്തോതി ഒരു ആയത്ത് ശരിയാണ്, പക്ഷേ അതിന് അർത്ഥം പറഞ്ഞതാണ് തെറ്റി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ വിഷയോ? മുശ്രിക്കീങ്ങളായ ആളുകൾ വിശ്വസിച്ച വിശ്വാസമല്ല മുസ്ലിമീങ്ങളെ വിശ്വാസം. അത് രണ്ടും രണ്ടാ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയാം. ഇന്ന് 11:30 മണിക്ക് വഅദ് നിർത്തണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ഇന്ന് നീട്ടി പറയുന്നില്ല. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ, റസൂലുള്ളാഹിന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനീങ്ങൾക്കാണ് അവിടുത്തെ ശഫാഅത്ത് ഫലം ചെയ്യുന്നതും ശഫാഅത്ത് ലഭിക്കുന്നതും. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറപ്പിക്കണം. ഇത് പറഞ്ഞിട്ട് അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ വേണ്ടി, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം നബിയേ. തങ്ങളെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അങ്ങേക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയും തങ്ങൾ അല്ലാഹുവിനോട് പറയണം നബിയേ. അപ്പൊ ഈമാനുള്ള ജനങ്ങളെ ദോഷം പൊറുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ശഫാഅത്ത് വേണമെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതാ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാലും അന്ന് ചിലർക്ക് പൊറുക്കൂല എന്ന് ഖുർആൻ പറയും. ഒന്നാരാണ്? ഓ നബിയേ, ഇൻതസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. 70 തവണ തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചാലും അല്ലാഹു അവർക്ക് പൊറുക്കൂല, ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കൂല. ആരാണത്? ذلك بأنهم كفروا بالله ورسوله. അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവർ. അങ്ങനെ അവിശ്വസിച്ചവർക്ക് ശഫാഅത്തില്ല, അവിശ്വാസികൾക്ക് ശഫാഅത്തില്ല. ശഫാഅത്ത് ഈമാനുള്ളവർക്കാണ്. ഇത് വിവരിച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്ന, ജനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തില്ലെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. ശഫാഅത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഖവാരിജിയാക്കളുടെ വാദമാണ്. അദ്ദേഹം വിശദമായി പറയുന്നു, വഅമ്മാ ശഫാഅത്തുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്, വദുആഉഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, ലിൽ മുഅ്മിനീന, അത് ഈമാനുള്ളവർക്ക് ലഭിക്കുന്നതാണ്. ഫഹിയ നാഫിയത്തുൻ ഫിദ്ദുനിയാ വദ്ദീൻ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്, റസൂലുള്ളാഹിന്റെ ശുപാർശ, റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ്, അത് ദീനിലും ദുനിയാവിലും അതേ ഈമാനുള്ളവർക്ക് ഉപകരിക്കുന്നതാണ്. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അതിൽ തർക്കമില്ല. മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്തൊരാശയമാണ്. ഈമാനുള്ളവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ദുനിയാവിലും ഉപകരിക്കുന്നു, ആഖിറത്തിലും ഉപകരിക്കുന്നു, ദീനിന്റെ കാര്യത്തിലും ഉപകരിക്കുന്നു. വകദാലിക ശഫാഅത്തുഹു ലിൽ മുഅ്മിനീന യൗമൽ ഖിയാമ. ദുനിയാവിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കുന്നു എന്നതിന്റെ പുറമെ, ഉപകരിക്കുന്നു എന്നതിന്റെ പുറമെ, ഖിയാമത്ത് നാളിൽ ഈമാനുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു. ഫീ സിയാദത്തി സവാബി, വദേ പ്രതിഫലം വർദ്ധിക്കുന്നതിൽ, വറഫീ ദറജാതി, പദവി വർദ്ധിച്ചു ഏറ്റിക്കൊടുക്കുന്നതിലും ഉയർത്തി കൊടുക്കുന്നതിലും, മുത്തഫഖുൻ അലൈഹാ ബൈനൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ നിഷേധിച്ചാൽ മുസ്ലിമീങ്ങളെ ബൗണ്ടറിയിൽ നിന്നാണ് പുറത്തു പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദമായിട്ട് പറയാണ്, വഅമ്മാ ശഫാഅത്തുഹു ലിഅഹ്ലി ദുനൂബി മിൻ ഉമ്മത്തിഹി ഫമുത്തഫഖുൻ അലൈഹാ ബൈന സ്വഹാബത്തി വത്തഅബീന ലഹും ബിഇഹ്സാനിൻ വസായിരി അയിമ്മത്തിൽ മുസ്ലിമീനൽ അർബഅത്തി വഗൈരിഹിം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലോ, സഹാബികൾക്കിടയിലോ, താബീങ്ങൾക്കിടയിലോ, ഒരു മഹാന്റെ ഇടയിലും ഈ വിഷയത്തിൽ തർക്കമില്ല. റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും എന്നതിൽ തർക്കമില്ല. എന്നാൽ അൻകറഹാ കസീറും മിൻ അഹ്ലിൽ ബിദ്അി, സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തുപോയ ബിദ്അത്തുകാരായ പലരും റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ ചോദ്യം ചെയ്തു, റസൂലുള്ളാഹിന്റെ റെക്കമെൻഡിനെ നിഷേധിച്ചു. മിനൽ ഖവാരിജി, റസൂലുള്ളാഹിന്റെ റെക്കമെൻഡില്ല, ശഫാഅത്തില്ല എന്ന് പറഞ്ഞത് ഖവാരിജിയാക്കളാണ്. സഹാബത്ത് കാഫിറാണെന്ന് പറഞ്ഞ ഖവാരിജിയാക്കളാണ്. വൽ മുഅ്തസിലത്തി, മുഅ്തസിലിയാക്കൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ കാഫിറാണെന്ന് പറഞ്ഞ, ഇമാമിങ്ങൾ കാഫിറാണെന്ന് പറഞ്ഞ മുഅ്തസിലിയാക്കളാണ്. വസ്സൈദിയത്തി, സൈദിയാക്കളുമാണ്. ഷിയാക്കളും അതുപോലുള്ള ചില കമ്പനിയിൽപ്പെട്ടവരാണ്. വഖാല ഹഉലാഇ, ഈ പുത്തൻവാദികൾ സഹാബത്തിനെ കാഫിറാക്കിയ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാഫിറാക്കിയ, താബീങ്ങളെ കാഫിറാക്കിയ ഈ ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും സൈദിയാക്കളുമായ പുത്തൻവാദികൾ വാദിച്ചു, മൻ യദ്ഖുലുൻ നാർ ലാ യഖ്റുജു മിൻഹാ ലാ ബിശഫാഅത്തിൻ വലാ ഗൈരിഹാ. നരകത്തിൽ കടക്കുന്നവൻ തന്നെ ഒരു ശഫാഅത്ത് കൊണ്ടും നരകത്തിൽ നിന്ന് പുറപ്പെടൂല. ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ, ഇങ്ങനെയല്ലാതെ ശഫാഅത്തിന്റെ പരിപാടിയില്ലെന്ന് അവർ വാദിച്ചു.
എന്നിട്ട് അദ്ദേഹം വിശദമായി പറഞ്ഞിട്ട് പറയാണ് വഅമ്മ സ്വഹാബത്തു വത്താബിഊന ലഹും ബിഇഹ്സാനിൻ വസായിറുൽ അഇമ്മത്തി കൽഅർബഅതി വഗൈരിഹിം ഫയുഖിറൂന ബിമാ തവാതറത് ബിൽ ഹദീസ് സ്വഹീഹത്തു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബി തങ്ങളെ സ്വഹാബത്തും താബീങ്ങളും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ടെന്ന് ഹദീസുകൾ തവാത്തുറായി വന്നതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുന്നവരാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ശഫാഅത്തില്ല, ശഫാഅത്തുണ്ടെന്ന് വിശ്വസിക്കുന്നത് മുശ്രിക്കുകളുടെ ഏർപ്പാടാണ് എന്ന് പറയുന്ന സലഫികൾക്ക് അവർ ഓതുന്ന മുഴുവൻ ആയത്തുകളും ഉദ്ധരിച്ച് ഇബ്നു തൈമിയ്യ മറുപടി പറയുന്നു. ഇൻഷാ അല്ലാഹ് നാളത്തെ വേളയിൽ ഞാനത് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു വന്നത് ഈമാനും തഖ്വയുമാണ് നമ്മുടെ വിഷയം. ഈമാൻ നിലനിൽക്കാൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം. തഖ്വ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു വിഷയമാണ്. അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാതെ, നമ്മുടെ മനസ്സിൽ അസൂയയില്ലാതെ, നമ്മുടെ മനസ്സിൽ വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ നമ്മുടെ മനസ്സൊന്ന് ക്ലിയറായി ജീവിക്കണം. അപ്പോഴാണ് ശരിയായ തഖ്വയുടെ ഉറവിടമായ മനസ്സിന് തഖ്വ കിട്ടുന്നത് കേട്ടോ. ഈ തഖ്വ ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബത്ത്. ഈ തഖ്വയുള്ളവരാണ്, ഈ തഖ്വയുള്ളവരാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത്. ഈ തഖ്വയുള്ളവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ. അവരെ മനസ്സ് വളരെ ക്ലിയറായ നിലക്ക് അവർ ജീവിച്ചു. എല്ലാ ഫർളുകളും കൃത്യമായി അവരെടുത്തു. സുന്നത്തുകൾ ധാരാളം ജീവിതത്തിൽ എടുത്തു. ഫർളുകൾ മുഴുവനും എടുത്തു. ഹറാമുകൾ അവർ കൈയൊഴിച്ചു. കറാഹത്തുകളിൽ നിന്നവർ മാറി നിന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അവർ ജീവിതത്തിൽ എടുത്തു. അവരാരെയും നിസ്സാരപ്പെടുത്തിയില്ല, ആരെയും നിന്ദിക്കാൻ പോയില്ല. എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ച് ജീവിച്ചു. ഇതല്ലേ ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ദർസ് ഏറ്റെടുത്തപ്പോൾ അവിടെ പൂർവകാലത്ത് ദർസ് നടത്തിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫ് നവാവി. ഇമാം നവവി റഹിമഹുല്ലാഹ്, ഇമാം നവവി വലിയ കറാമത്തുകൾ കണ്ട മഹാനാണ്. വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞാൽ ഇപ്പോൾ തീരുകയില്ല. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നമുക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ, തഖ്വയെ ഏറ്റിത്തരട്ടെ. വല്ലാത്ത ഭാഗ്യമുള്ളൊരു പണ്ഡിതനാണ്. ചുരുങ്ങിയ കാലമേ ജീവിച്ചിട്ടുള്ളൂ. എന്തൊരു ബറക്കത്താണ് അവിടുത്തെ ഇൽമിന്. ആ ഇമാം നവവി റഹിമഹുല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ദർസ് നടത്തുന്ന സ്ഥാപനത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ഭരണാധികാരിയായ രാജാവ് ഇങ്ങ് വന്നു. രാജാവ് വന്നിട്ട് പാസാക്കുകയാണ്, അവിടെ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകളൊക്കെ അവിടുന്ന് എടുത്തൊന്ന് മാറ്റം ചെയ്യണം. ഇത് രാജാവ് പാസാക്കുമ്പോ മഹാന്മാരുണ്ടോ രാജാക്കന്മാരെ വില വെക്കുന്നു, മഹാന്മാരുണ്ടോ പണക്കാരെ വില വെക്കുന്നു. അവർക്ക് മഹത്വം തഖ്വക്കല്ലേ, ഈമാനിനല്ലേ, അവരതിനല്ലേ വില വെക്കുന്നത്. ഈമാനുണ്ടോ പണക്കാരന് ബഹുമാനമുണ്ട്, തഖ്വയുണ്ടോ പണക്കാരന് ബഹുമാനമുണ്ട്, തഖ്വയുണ്ടോ രാജാക്കന്മാർക്കും ബഹുമാനമുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്. പക്ഷേ തീക്കൊള്ളി പോലുള്ള വലിയ കേട്ടോ. അത്
അതുപോലെ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു ലോകം ഭരിച്ച ഭരണാധികാരിയാണ്, നബിയാണെന്ന് വരെ അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്. വലിയ ബഹുമാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പണമുണ്ടായ ബഹുമാനമില്ലെന്നല്ല, രാജകീയ പദവി കിട്ടിയ ബഹുമാനമില്ലെന്നല്ല, അതെല്ലാം തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. തഖ്വയില്ലെങ്കിൽ പണത്തിന് പവറില്ല, തഖ്വയില്ലെങ്കിൽ അധികാരത്തിന് പവറില്ല. ഇവിടെ ഏത് തെമ്മാടിക്കും അല്ലാഹു അധികാരം കൊടുത്തേക്കും, ഏത് തെമ്മാടിക്കും അല്ലാഹു പണം കൊടുത്തേക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനം തഖ്വയുണ്ടെങ്കിലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ മുന്നിൽ നിന്ന് അതാ ഈ കിതാബുകളൊക്കെ ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകൾ സ്ഥലമൊന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോ ഇമാം നബവി പറഞ്ഞു, രാജാവേ അനുവദിക്കൂല. നബി ഇമാമിന്റെ കയ്യിൽ ഒരു ചെറിയ കത്തി പോലുമില്ല. ഇമാം നബി കരാട്ടക്കാരനല്ല, ഇമാം നബി കളരിക്കാരനല്ല. ഇൽമിന്റെയും തഖ്വയുടെയും പവറാണ്. ആരെയും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. അല്ലാഹ് പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് മുഹ്സിനീങ്ങളായ നിലയ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് നബിയേ. അല്ലാഹ് ഒരാളെ കൂടെയുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ പവറുള്ളവനാരാണ്? അല്ലാഹ് ഒരാളെ കൂടെയുണ്ടെങ്കിൽ അയാൾക്ക് കഴിയാത്ത കാര്യം എന്താണ്? അല്ലാഹ് കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൂടെ കിടന്നുറങ്ങുക എന്നല്ലല്ലോ, അല്ലാഹ് കൂടെ ഇരിക്കുക എന്നല്ലല്ലോ. രാജാവ് ഒരാളെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ രാജാവിന്റെ സഹായമുണ്ടെന്നല്ലേ. പ്രധാനമന്ത്രി അയാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സഹായമുണ്ടെന്നല്ലേ. അല്ലാഹ് ഒരാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ ബില്ലൗനി വന്നസ്രി വൽ ഇൽമി വൽ ഇൽമി. അല്ലാഹു തആല അല്ലാഹുവിന് തഖ്വ ചെയ്തവരുടെ കൂടെയാണ്. അവർക്ക് വേണ്ടത് അല്ലാഹ് അങ്ങ് ചെയ്തു കൊടുത്തേക്കും. ഇതുകൊണ്ട് തന്നെയാ ഇമാം നവവി തങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു, അനുവദിക്കൂല രാജാവേ. ഇമാം നവവി അത് പറഞ്ഞപ്പോ രാജാവിന് ഷെയ്മോടായി പോയി. ഓ, നമ്മളെ മുദരിസ് ഇങ്ങനെ പറയാനായോ? ഓണത്തിന്റെ രാജാവ് മഹാനായ ഇമാം നവവി തങ്ങളെ പിടിക്കാൻ വേണ്ടി കാലം എടുത്ത് മുന്നോട്ട് വെച്ചു. സുബ്ഹാനല്ലാഹ്, നവവി ഇമാമിന്റെ അടുക്കലതാ ഒരു പടുകൂറ്റൻ സിംഹം നിൽക്കുന്നു. ഈ സിംഹം എവിടുന്ന് വന്നു എന്നറിയില്ല. പെട്ടെന്ന് സിംഹത്തെയാ കാണുന്നത്. രാജാവ് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ഓടില്ലാതെ എന്ത് ചെയ്യാനാ? ഓരോറ്റ ഓട്ടം ഓടിപ്പോയിട്ട് മാനേജറെ കണ്ടിട്ട് പറഞ്ഞു, ആ മുദരിസ് ഞാൻ പറഞ്ഞതിനെതിരെ എന്നോട് സംസാരിച്ചു. നബവി എന്ന് പറയുന്ന ആളില്ലേ, യഹ്യ ഇബ്നു ശറഫ് നബവി, അദ്ദേഹത്തിന് ഇനി നമ്മൾ ശമ്പളം കൊടുക്കണ്ട കേട്ടോ. അപ്പൊ മാനേജർ പറഞ്ഞു, രാജാവേ അയാൾ ഇതുവരെ ഒറ്റ നയാ കാശും ശമ്പളം വാങ്ങിയിട്ടില്ല. പിന്നെയോ അയാളെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾ നമ്മളെ ഭക്ഷണം കഴിക്കണില്ല. പിന്നെ എല്ലാ ദിവസവും നോമ്പായിരിക്കും. ബാപ്പ കൊണ്ട് കൊടുക്കും ചെറിയ കാരക്കയും വെള്ളവും കുറച്ച് ഭക്ഷണം, അതുകൊണ്ട് നോമ്പ് കൊടുക്കും. അതുകൊണ്ട് നത്തായും കഴിക്കും. എല്ലാ ദിവസവും നോമ്പായിരിക്കും, നമ്മളെ ഭക്ഷണം കഴിക്കലില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, അത് തന്നെയല്ലേ എന്ന ആ സിംഹം. ഏത് സിംഹം? മൂപ്പരക്കൊള്ള വായ പൊളിച്ച സിംഹം ഉണ്ടല്ലോ, അതന്നെയല്ലേ എന്ന് പറഞ്ഞു. അതാ ഇമാം നവവി. ആ ഇമാം നവവി റഹിമഹുല്ലാഹ് ദർസ് നടത്തിയ സ്ഥലത്ത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ദർസ് നടത്താൻ വന്നു. സുബ്കി ഇമാം തങ്ങൾക്ക് ഇമാം നവവി വഫാത്തായി പോയി. തങ്ങൾ ദർസ് നടത്തിയ സ്ഥലത്ത് വന്നപ്പോ സുബ്കി ഇമാം തങ്ങൾക്ക് നവവി ഇമാമിന്റെ ബർക്കത്ത് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇമാം നവവി ഇരുന്ന സ്ഥലത്ത് മുഖം വെച്ചിട്ട് ചുംബിച്ചു. ഇമാം സുബ്കി وفي دار الحديث لطيف مأنا على بسطر لها أصب وآوي لعلي أن ننال بحر وجهي مكانا مسه قدم النواوي
ഇമാം നവവി തങ്ങളെ കാല് തൊട്ട സ്ഥലത്ത് ഞാൻ എന്റെ കവിൾത്തടം വെച്ച് ഞാനൊന്ന് ചുംബിക്കട്ടെ. ഇമാം സുബ്കി അവിടെ ചുംബിക്കുന്നു. കാരണം മഹാന്മാരോടുള്ള ആദരവാണ്, സ്നേഹമാണ്. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിച്ചുകൊണ്ടല്ലാതെ, ആദരിച്ചവരെ ആദരിച്ചുകൊണ്ടല്ലാതെ സ്വാലിഹീങ്ങൾക്ക് ജീവിതമില്ല കേട്ടോ. അവരുടെ പാത പിന്തുടർന്ന് ജീവിച്ച് ഈമാനോട് തഖ്വയോടെ മരിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.